നമസ്കാരം. പഞ്ചാബിൽ നിന്നും തല്ലി ഓടിച്ച ഒയാസിസ് കമ്പനിക്ക് എലപ്പുള്ളി പഞ്ചായത്തും അതുവഴി പാലക്കാടും തീരെഴുതി കൊടുക്കാൻ സർക്കാർ നടത്തിയ നീക്കങ്ങൾ ഒന്നൊന്നായി പുറത്തുവരുന്നു. മാസങ്ങളോളം എക്സൈസ് മന്ത്രിയുടെ മേശപ്പുറത്തുറങ്ങിയ ഫയൽ എങ്ങനെയാണ് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ശരവേഗത്തിൽ തീർപ്പായത്? CPMന്റെ പ്രചാരണ ധൂർത്തിന് പിന്നിലെ ചീഫ് സ്പോൺസർ ഒയാസിസ് ആയിരുന്നെന്ന പ്രതിപക്ഷാരോപണം സാധൂകരിക്കുന്നതാണ് ഫയൽ നീക്കത്തിന്റെ വിവരങ്ങൾ. ചിലർ വരുമ്പോൾ കോടതി വിധി പോലും വഴിമാറുമെന്നും തെളിയുന്നു. മലമ്പുഴയിലെ വെള്ളം കുടിക്കാനും കൃഷിക്കുമാണ് പ്രഥമ പരിഗണന നൽകി ഉപയോഗിക്കേണ്ടത് എന്ന കോടതി വിധി ഈ സർക്കാർ ഒയാസിസിന് വേണ്ടി സൗകര്യപൂർവ്വം കാറ്റിൽ പറത്തി. കേന്ദ്രം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കമ്പനി എന്ന അവകാശവാദത്തിന്റെ പൊള്ളത്തരവും പുറത്തുവരുന്നു. പാലക്കാടിന്റെ അന്തകവിത്താകാൻ അവിടുത്തെ ഒരു മന്ത്രി തന്നെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നതിന്റെ പിന്നണി രഹസ്യങ്ങൾ സർക്കാരിനെയും CPMനെയും പ്രതിക്കൂട്ടിൽ നിർത്തുകയല്ലേ? അങ്ങനെ LDF വരും എല്ലാം ശരിയാകും എന്നല്ല, ഒയാസിസ് വരും CPMന് എല്ലാം ശരിയാകും എന്നാണോ വ്യക്തമാകുന്നത്? ഈ വിഷയമാണ് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നത്. ഒയാസിസിന്റെ മന്ത്രിയോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ CPMൽ നിന്നും അഡ്വക്കേറ്റ് K അനിൽകുമാർ, കോൺഗ്രസിൽ നിന്ന് ജ്യോതികുമാർ ചാമക്കാല, എലപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു, രാഷ്ട്രീയ നിരീക്ഷകനും പരിസ്ഥിതി പ്രവർത്തകനുമായ CR നീലകണ്ഠൻ എന്നിവരാണ് സ്പെഷ്യൽ എഡിഷനിൽ തത്സമയം അതിഥികളായി പങ്കുചേരുന്നത്. ആദ്യം ശ്രീ ജ്യോതികുമാർ ചാമക്കാല, നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഈ ഉപതെരഞ്ഞെടുപ്പിൽ CPMന്റെ ചീഫ് സ്പോൺസർ ഒയാസിസ് ആയിരുന്നുവെന്ന്. അതൊരു ആരോപണം എന്ന നിലയിലാണ് ഉന്നയിക്കപ്പെട്ടത് എങ്കിൽ ഇപ്പോൾ ഈ ഫയൽ വിവരങ്ങൾ വരുമ്പോൾ ഇതിലെ കാണാച്ചരടുകൾ എന്തൊക്കെ എന്നത് വ്യക്തമാവുകയല്ലേ? തീർച്ചയായിട്ടും ഇവിടെ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത ചില വാദങ്ങളുമായിട്ടാണ് സംസ്ഥാനത്തെ എക്സൈസ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ വന്നിട്ടുള്ളത്. നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. ഞങ്ങൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. എന്തെല്ലാം അവകാശവാദങ്ങളാണ് ശ്രീ MP രാജേഷിനെ പോലെ പാലക്കാടിനെ അറിയാവുന്ന ഒരു മന്ത്രി, പാലക്കാട് ജില്ലക്കാരനായ മന്ത്രി, ഇത്തരത്തിൽ ഒരുപാട് വിഷയങ്ങൾ അന്തർലീനമായി കിടക്കുന്ന ഈ ഒയാസിസ് കമ്പനിയുമായി ബന്ധപ്പെട്ട് ഈ അനുമതി നൽകുമ്പോൾ അദ്ദേഹത്തിന് പൊതുസമൂഹത്തെ ന്യായീകരിക്കാൻ കഴിയുന്നില്ല. എപ്പോഴാണ് ഇത് പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് വരുന്നത്? ഒരു ക്യാബിനറ്റ് ബ്രീഫിങ്ങിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള നോട്ടിൽ ഏതാനും ചില വാചകങ്ങളുടെ പിൻപറ്റി നമ്മൾ പോകുമ്പോഴാണ് ഇത്തരത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇത്തരത്തിലൊരു സ്ഥാപനം തുടങ്ങാൻ ശ്രമം നടത്തിയിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. ഇത് എവിടെയാണ് തുടങ്ങുന്നത്? ഇത് എലപ്പുള്ളി പഞ്ചായത്തിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ദൗർലഭ്യത്തെക്കുറിച്ച് നമ്മൾ പ്രത്യേകമായി പറയേണ്ടതുണ്ടോ? ഇവിടെ കൊക്കക്കോള ഉൾപ്പെടെയുള്ള കമ്പനികളെ കെട്ടുകെട്ടിച്ച ഒരു ജില്ല. ഇപ്പോഴും കഴിഞ്ഞ 2018 ഇത്തരത്തിൽ നമുക്കറിയാം, ഞാനും വേണുവുമൊക്കെ എത്രയോ തവണ ചർച്ച ചെയ്താണ് ബ്രൂവറി ഡിസ്റ്റിലറി വിഷയങ്ങൾ. 99 ഈ രാജ്യത്ത് ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ ഈ സംസ്ഥാനത്ത് നിരോധിക്കപ്പെട്ട പുതിയ ബ്രൂവറി ഡിസ്റ്റിലറികൾക്ക് 2018 വെള്ളപ്പേപ്പറിൽ അപേക്ഷ എഴുതി വാങ്ങിക്കൊണ്ട് അനുമതി നൽകാൻ ശ്രമിച്ചപ്പോൾ മുതൽ കേരളീയ സമൂഹം അതിനെ എതിർത്ത് തോൽപ്പിച്ചതാണ്. ഇപ്പോൾ അതിനുശേഷം 2-3 വർഷം മുമ്പ് തന്നെ കോളേജ് തുടങ്ങാനെന്ന വ്യാജ പ്രമാണങ്ങൾ ഉണ്ടാക്കി പോലും വസ്തു കൈക്കലാക്കി ഒരു സ്ഥാപനം വരുമ്പോൾ ആ സ്ഥാപനത്തിൻ്റെ ക്രെഡിബിലിറ്റിയെക്കുറിച്ചൊന്നും സർക്കാർ അന്വേഷിക്കുന്നില്ല. ഞങ്ങൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ ആളുകളാണ്. അതിനപ്പുറത്തേക്ക് ഇത് ഏത് സ്ഥലത്താണ് തുടങ്ങുന്നതിനെ സംബന്ധിച്ച് അന്വേഷിക്കുന്നില്ല. അവിടുത്തെ പാരിസ്ഥിതിക ആഘാതത്തെക്കുറിച്ച് പഠിക്കുന്നില്ല. അവിടുത്തെ ദൗർലഭ്യത്തെക്കുറിച്ച് പഠിക്കുന്നില്ല. എങ്ങനെയാണ് ഇത് പരിഹരിക്കാൻ പോകുന്നതെന്ന് പഠിക്കുന്നില്ല. എത്ര ദശലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് വേണ്ടി വരുന്നത്? അതിന്റെ കാരണമല്ലേ ഇപ്പോൾ ഈ ഫയൽ രേഖകളുടെ നീക്കം വ്യക്തമാക്കുന്നത് ശ്രീ ജ്യോതികുമാർ ചാമക്കാല? അതായത് 2024 ഫെബ്രുവരി 2-നാണ് ഈ എക്സൈസ് കമ്മീഷണറുടെ ശുപാർശയോടെ ഈ ഫയല് നികുതി എക്സൈസ് വകുപ്പിൽ എത്തുന്നത്. 14-ന് എക്സൈസ് മന്ത്രിയുടെ മുന്നിൽ എത്തുന്നുണ്ട്. വിശദാംശങ്ങൾ തേടി അദ്ദേഹം മടക്കുകയാണ്. ജൂൺ 20-ന് ജോയിന്റ് സെക്രട്ടറിയുടെ മുന്നിൽ എത്തുന്നു. ജൂലൈ 3-ന് അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയതിലകിന് ലഭിക്കുന്നു. ആ ഫയൽ അന്ന് തന്നെ മന്ത്രിക്ക് മുന്നിൽ എത്തുകയാണ്. പിന്നെ മാസങ്ങളായി ആ ഫയൽ അനങ്ങുന്നില്ല. ഒക്ടോബർ 18-ന് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നു. 24-ന് മന്ത്രി ഫയൽ അംഗീകരിച്ച് മുഖ്യമന്ത്രിക്ക് കൈമാറുന്നു. ഈ പ്രചാരണം പുരോഗമിക്കുന്ന ഘട്ടത്തിൽ നവംബർ 11-ന് മുഖ്യമന്ത്രി ഫയലിന് അംഗീകാരം നൽകുന്നു. ഈ വിവരങ്ങൾ നൽകുന്നത് എന്താണ്? ഈ വിവരങ്ങൾ നൽകുന്നത് നമുക്ക് വളരെ ബോധ്യമല്ലേ? പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നിയന്ത്രിച്ചത് ഒയാസിസ് കമ്പനിയാണെന്ന് വ്യക്തമാകുകയല്ലേ? ഇതിൽ കൂടുതൽ തെളിവുകൾ വല്ലതും വേണോ?
ഇത്രയും കാലം കൈവശം വെച്ചുകൊണ്ടിരുന്നത് ഒരു മന്ത്രി തന്നെ. ഇപ്പോൾ അവിടെ ഇല്ലാത്ത നീല ട്രോളി ബാഗിലെ പൈസ തിരക്കി നടന്ന മന്ത്രിയും കൂട്ടരും ഇത്തരത്തിലെ ഭൂലോക തട്ടിപ്പ് നടത്തിയിട്ടാണ് ഇതിൻ്റെ പിറകിൽ പോയിട്ടുള്ളത് എന്നത് നമുക്കിപ്പോൾ ബോധ്യപ്പെടുകയല്ലേ. അപ്പോൾ എന്തെല്ലാം കോപ്രായങ്ങളായിരുന്നു അവിടെ ഈ മന്ത്രിയും കൂട്ടരും കാട്ടിക്കൂട്ടിയത്. ഇപ്പോൾ മന്ത്രിയും കൂട്ടരും കാണിച്ചതിനെ സംബന്ധിച്ച് തെളിവുകളുടെ പിൻബലത്തോടുകൂടി, രേഖകളുടെ പിൻബലത്തോടുകൂടി പൊതുസമൂഹത്തിലേക്ക് ചർച്ച വരുമ്പോൾ മന്ത്രി മിണ്ടുന്നില്ലല്ലോ. മന്ത്രി പറയുന്നത് എല്ലാം ശരിയാണെന്നാണ്. എല്ലാം ശരിയാണ്. ഈ എം.പി. രാജേഷിനെ പോലൊരാൾക്ക് അയാളുടെ ജില്ലയിൽ ഇത്തരത്തിൽ തൻ്റെ കൈവശമിരുന്ന ഫയൽ, മാസങ്ങളോളം കൈവശമിരുന്ന ഫയൽ, ആ പാലക്കാട് ജില്ലയിൽ അദ്ദേഹത്തിന് ചുമതലയുണ്ടായിരുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രം അദ്ദേഹം അത് പരിഗണിക്കുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ അതിന് അന്തിമ ഉത്തരവും ആകുന്നു എന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? വേണു തന്നെ ഒന്ന് പറയൂ, നമ്മളെന്ത് ധരിക്കും? ഇനി അടുത്ത ഉപതെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. സ്വാഭാവികമായും നമുക്കറിയാവുന്ന പോലെ PV അൻവർ രാജിവെച്ചപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ഇനി മറ്റൊരു OIC കൂടി വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. സാഹൂദം നമ്മൾ കാത്തിരുന്നേ മതിയാവും. ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഒരു നയത്തിൻ്റെ പേരിൽ ഞങ്ങളൊരു നയം പ്രഖ്യാപിച്ചു. നിങ്ങളൊരു നയം പ്രഖ്യാപിച്ചാൽ സംസ്ഥാനത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്ക് നടപ്പിലാക്കാൻ കഴിയുമോ? വേണു, അതുമായി ബന്ധപ്പെട്ട നിയമമുണ്ടാകണ്ടേ? അതുമായി ബന്ധപ്പെട്ട ചട്ടമുണ്ടാകണ്ടേ? നിയമവും ചട്ടവും ഇല്ലാതെ, മാത്രമല്ല 99 എക്സിക്യൂട്ടീവ് ഓർഡർ ഇപ്പോഴും നിലനിൽക്കുന്നു. ആ എക്സിക്യൂട്ടീവ് ഓർഡർ ക്യാൻസൽ ചെയ്യാത്തിടത്തോളം കാലം ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പറയുന്നതിന് തുല്യമാണ് നയപ്രഖ്യാപനത്തിൽ പറയുന്നത്. നയപ്രഖ്യാപനത്തിൽ പറഞ്ഞാൽ മാത്രം അത്തരത്തിൽ നടപടികളുമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് വേണു വിശ്വസിക്കുന്നുണ്ടോ? ആ നയപ്രഖ്യാപനത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തുകൊണ്ട് റൂൾ ഉണ്ടാകണം, അതിനെ ബേസ് ചെയ്തുകൊണ്ട് ചട്ടങ്ങൾ ഉണ്ടാകണം. വേണു ആലോചിച്ച് നോക്കൂ, ഒരു ബാർ കൊടുക്കുന്നതിന്, ഒരു ബാർ നൽകണമെങ്കിൽ, ഒരു 3 സ്റ്റാർ ബാർ നൽകണമെങ്കിൽ ഇത്ര AC റൂം ഉണ്ടാകണം, ഇത്ര ബിൽറ്റപ്പ് ഏരിയ ഉണ്ടാകണം, ഇത്ര കിച്ചനുകൾ ഉണ്ടാകണം. അപ്പോൾ കുറേ വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ട്. ഇത്ര രൂപ ഫീസ് അടയ്ക്കണം, ഒരു വർഷം ഇത്ര രൂപയാണ് നിങ്ങൾ അതിൻ്റെ ബാർ ലൈസൻസ് ഫീ അടയ്ക്കേണ്ടത്. അതൊക്കെ പറയുന്നത് എവിടെയാണ്? അതൊക്കെ പറയുന്നത് ചട്ടങ്ങളിലാണ്. അത്തരത്തിൽ ചട്ടങ്ങളിൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അത് നോക്കി മാത്രമേ ഇത്തരത്തിൽ ഉദ്യോഗസ്ഥന്മാർക്ക് ഇത് നൽകാൻ കഴിയൂ. ഇവിടെ തത്വത്തിൽ ഞങ്ങൾ അംഗീകാരം കൊടുത്തു എന്ന് പറയുമ്പോഴും തത്വത്തിൽ നിങ്ങൾ എങ്ങനെ അംഗീകാരം കൊടുക്കുന്നത്? ഒരു ഉദ്യോഗസ്ഥനും അങ്ങനെ കൊടുക്കാൻ കഴിയില്ല. കാരണം അതുമായി ബന്ധപ്പെട്ട എക്സിക്യൂട്ടീവ് ഓർഡർ ക്യാൻസൽ ചെയ്തിട്ടില്ല. നിങ്ങളുടെ നയപ്രഖ്യാപനത്തിൽ പറഞ്ഞു, അല്ലെങ്കിൽ ഞങ്ങളുടെ മദ്യനയത്തിൽ പറഞ്ഞു എന്നത് മാത്രം അടിസ്ഥാനമാക്കിക്കൊണ്ട് ഒരു ഉദ്യോഗസ്ഥനും ഇത്തരത്തിലൊരു ഫയൽ നീക്കുക അസാധ്യമാണ്. വേണു അപ്പോൾ പറഞ്ഞതാ, ഞങ്ങൾ ഇൻ പ്രിൻസിപ്പിൾ തുടക്കത്തിൽ ഞങ്ങളൊരു പ്രാഥമികമായ അനുമതി. എന്ത് പ്രാഥമിക അനുമതി? ആര് തീരുമാനിച്ചു? ആരറിഞ്ഞു? എവിടെ? നിങ്ങൾ പബ്ലിക് നിങ്ങളുടെ നയം നോക്കി, അല്ലെങ്കിൽ നയം മാത്രം നോക്കിക്കൊണ്ട് അപേക്ഷയുമായി നടക്കണമെന്നാണ് പറയുന്നത്. വേണു, നമ്മുടെ എന്താ പറയുന്നത്, ഈ ഗവർണൻസിന്റെ ഭാഗമായി ചില നടപടിക്രമങ്ങളില്ലേ, അതുപോലും പാലിക്കപ്പെടുന്നില്ലല്ലോ. ഇവിടെ അടിസ്ഥാനപരമായ നടപടിക്രമങ്ങൾ പോലും പാലിക്കപ്പെടാതെ ഒരു ക്യാബിനറ്റിൽ, നമുക്കറിയാം ഇവിടെ മുൻ MLA മാർക്കും മുൻ പാർട്ടി നേതാക്കന്മാർക്കും ഒക്കെ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ കൊടുത്തതുപോലെ ഒരു അപേക്ഷ കൊണ്ടുവന്ന് നേരെ ക്യാബിനറ്റിൽ വെച്ച് പാസ്സാക്കി ഞങ്ങൾ ഇൻ പ്രിൻസിപ്പിൾ അപ്രൂവൽ കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ അംഗീകരിക്കാൻ കഴിയുക? അതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുമോ? അപ്പോൾ പറയും ഇനിയെല്ലാം നിലവിലുള്ള നിയമം അനുസരിച്ച് വരട്ടെ, അതനുസരിച്ച് കൊടുക്കാമെന്ന്. നിലവിലുള്ള നിയമം അനുസരിച്ച് കൊടുക്കാൻ കഴിയില്ല. ഈ അപേക്ഷ വന്നിട്ടുള്ള നിലവിലുള്ള നിയമം അനുസരിച്ചാണെങ്കിൽ നിലവിൽ എക്സിക്യൂട്ടീവ് ഓർഡർ ഉള്ളത് 99 ഇറക്കിയിട്ടുള്ള എക്സിക്യൂട്ടീവ് ഓർഡർ അനുസരിച്ച് കൊടുക്കാൻ കഴിയില്ല. ഇനി നിങ്ങൾ ആ ഓർഡർ തിരുത്തിയിട്ടല്ലേ കൊടുക്കാൻ കഴിയൂ. അപ്പോൾ അന്നത്തെ നിയമമല്ലേ ആവുള്ളൂ. ഇപ്പോൾ അപേക്ഷ സ്വീകരിക്കുമ്പോൾ ആ അപേക്ഷ പരിഗണിക്കാൻ പോലും കഴിയില്ല. വേണു, അപ്പോൾ അടിമുടി തട്ടിപ്പ്. ശരി, ജ്യോതി, ഇപ്പോൾ ജ്യോതി ഫയൽ നീക്കത്തിന്റെ കാര്യത്തിൽ പറഞ്ഞപ്പോൾ പറഞ്ഞ ഈ ക്യാബിനറ്റ് കൂടിയതും അതിവേഗത്തിൽ തീരുമാനമെടുത്ത കാര്യവുമുണ്ടല്ലോ, അതും നിങ്ങൾ വിമർശനം എന്ന നിലയിൽ ഉന്നയിക്കുന്നതാണ്. കാരണം ഈ ക്യാബിനറ്റ് 15-ാം തീയതി ഇതിൽ തീരുമാനമെടുക്കുന്നു, 48 മണിക്കൂറൊക്കെയാണ് ഒരു ഉത്തരവിറങ്ങാൻ നടപടിക്രമം വെച്ചുകൊണ്ടുള്ളത്. പക്ഷേ 16-ാം തീയതി അതിൻ്റെ ഉത്തരവിറങ്ങുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ പറഞ്ഞ പോലെ സർക്കാരിൻ്റെ ഈ ശുഷ്കാന്തി വയനാടിൻ്റെ പുനരധിവാസത്തിൽ ഉണ്ടായില്ല. കാരണം 1-ാം തീയതിയാണ് അത് ക്യാബിനറ്റിൽ വരുന്നത്, 15-ാം തീയതിയാണ് അതൊരു ഉത്തരവായി വരുന്നത് എന്ന് വെച്ചാൽ ഒരു ജീവൽ പ്രശ്നത്തിന് എടുക്കുന്ന സമയമെന്ന് പറയുന്നത് 15 ദിവസം. ഒയാസിസ് കമ്പനിക്ക് വേണ്ടി എടുത്തത് കഷ്ടി 24 മണിക്കൂർ. അപ്പോൾ ഇത് രണ്ടുമാണ് ഉയരുന്ന പുതിയ വിമർശനങ്ങൾ. ശ്രീ അനിൽകുമാർ, ഈ ഫയലുകളുടെ ശരവേഗത്തിലുള്ള നീക്കം, ഈ ഉത്തരവിറക്കുന്നതിലുള്ള അനാവശ്യമായ തിടുക്കം. മീഡിയ വണ്ണിൻ്റെ ഇന്നത്തെ കാർഡ് ഞാൻ കണ്ടു. ഒയാസിസിൻ്റെ മന്ത്രിയോ എന്നാണ് നിങ്ങളുടെ കാർഡ്. നിങ്ങൾക്ക് മാർക്സിസ്റ്റ് പാർട്ടിയെ തീരെ പരിചയമില്ലാന്ന് തോന്നുന്നു. കാരണം ഇന്ത്യ രാജ്യത്ത് 18,000 കോടി രൂപയുടെ ഒരു ഇലക്ട്രൽ ബോണ്ട് അഴിമതി നടന്നപ്പോൾ കോർപ്പറേറ്റുകൾ കോടിക്കണക്കിന് രൂപ ഇന്ത്യ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുത്തപ്പോൾ അവരിന്ന് പിടിച്ചു പറിച്ചപ്പോൾ ആ പിടിച്ചുപറിക്കാരുടെ കൂട്ടത്തിൽ രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നു, പിടിച്ചുപറിക്കാരുടെ കൂട്ടത്തിൽ നരേന്ദ്രമോദി ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഉണ്ടാവാത്ത ഒരു പാർട്ടിയുടെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്.
അങ്ങനൊരു പാർട്ടിയെക്കുറിച്ചാണ്, ആ പാർട്ടിയുടെ മന്ത്രിയെക്കുറിച്ചാണ് അന്തസ്സില്ലാത്ത ഒരു കാർഡ് നിങ്ങൾ ഇറക്കിയത്. നിങ്ങളങ്ങനെ ഒരു കാർഡ് ഒരു മന്ത്രിയുടെ പടം വെച്ചിറക്കുമ്പോൾ നിങ്ങൾക്ക് സ്വയം ഒരു ബഹുമാനം വേണ്ടേ? നിങ്ങളൊരു ചാനൽ നടത്തുക എന്നൊരു മര്യാദ വേണ്ടേ? അപ്രകാരം ഒരു ബന്ധം സ്ഥാപിക്കത്തക്ക വിധം എന്തെങ്കിലും തെളിവ് നിങ്ങളുടെ വേണ്ടേ? ഏതെങ്കിലും ആളുകൾ വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്ന് നടക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ആളുകൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് വേദവാക്യമായിട്ട് എഴുന്നള്ളിച്ചു കൊണ്ടുവരാൻ അല്പം നാണമൊക്കെ ആകും നല്ലതാണ്. അതുകൊണ്ട് ഇത്തരം നിലപാടുകളൊക്കെ നിങ്ങൾ തിരുത്തണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഇന്ന് ഞാനൊരു വാർത്ത അങ്ങോട്ട് പറയാം. ഇലക്ട്രൽ ട്രസ്റ്റ് വഴിയുള്ള സംഭാവന എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇപ്പം ഈ കഴിഞ്ഞ ഈ ഇലക്ട്രൽ ബോണ്ട് നിരോധിച്ച ശേഷം ഇലക്ട്രൽ ട്രസ്റ്റ് വഴിയുള്ള സംഭാവന, പ്രൂഡൻറ്റ് ട്രസ്റ്റ് വഴിയാണ്. കോൺഗ്രസ്സുകാർ എത്ര കോടി വിഴുങ്ങി? ബി ജെ പിക്കാർ എത്ര വിഴുങ്ങി? 1075.70 കോടി രൂപ. അതിൽ കോൺഗ്രസ്സുകാർ വിഴുങ്ങി എത്രയാണ്? 230 കോടി രൂപ നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നു. ഇപ്പം ബി ജെ പിക്ക് 723 കോടി, കോൺഗ്രസ്സിന് 156.4 കോടി. കോൺഗ്രസിൻ്റെ മന്ത്രിമാരെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ എം.എൽ.എമാരെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ, ഈ പ്രൂഡൻറ്റ് ട്രസ്റ്റിൻ്റെ എം.എൽ.എ നിങ്ങൾ എഴുതൂ. വി ഡി സതീശനെ പ്രൂഡൻറ്റ് ട്രസ്റ്റിൻ്റെ പ്രതിപക്ഷ നേതാവ് നിങ്ങൾ എഴുതുമോ? മീഡിയ വൺ. 83 കോർപ്പറേറ്റുകളാണ് സംഭാവന കൊടുത്തത്. അവർ കൊടുത്ത കാശ് വെട്ടി വിഴുങ്ങിയ വിരുദ്ധനോടാണ്, ആ പാർട്ടിയുടെ നേതാവിനോടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് അഭിപ്രായം പറയാൻ ചോദിച്ചത്. എന്നിട്ട് വേണു പറയുകയാണ്, ഓ അഴിമതി മണക്കുന്നില്ലേ? നിങ്ങൾ ക്യാമറയിൽ മണത്തെ അഴിമതി എവിടെ പോയി വേണു? നിങ്ങൾ ലാബിൽ മണത്തെ അഴിമതി എവിടെ പോയി വേണു? ഫോണിലും മണത്തെ അഴിമതി എവിടെ പോയി വേണു? കൈതോലപ്പായിൽ മണത്തെ അഴിമതി എവിടെ പോയി? കമല ഇൻ്റർനാഷണൽ അഴിമതി മണത്തിട്ട് ആ അഴിമതി എവിടെ പോയി വേണു? നിങ്ങൾ കുറേ മണത്ത് കിടക്കുന്ന ആളുകൾ, ഈ മണത്ത് കിടക്കുന്ന ആളുകൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കൊള്ള മണക്കുന്നില്ലേ? അപ്പം നിങ്ങൾക്കെന്തു ആകാം. മാർക്സിസ്റ്റ് പാർട്ടിയെ ആക്രമിക്കാൻ, മാർക്സിസ്റ്റ് പാർട്ടിയെ അപമാനിക്കാൻ എന്തുമാകാം. അങ്ങനെയുള്ളവരോട് പറയുകയാണ്, നിങ്ങളുടെ ഒന്നും ഒരു ജൽപ്പനവും ഞങ്ങളെ ബാധിക്കുന്നതല്ല. ഈന്തപ്പഴത്തിൻ്റെ മറവിലും ഖുറാൻ്റെ മറവിലുമൊക്കെ ഞങ്ങൾ സ്വർണ്ണക്കടത്തുകാരാന്ന് പറഞ്ഞ് ഞങ്ങളുടെ മേലെ മെക്കിട്ട് കയറിയ നിങ്ങളൊക്കെ ഇപ്പോഴും നാണമില്ലാതെ ഇങ്ങനെ കുറേ അച്ചടിച്ച സാധനങ്ങളുമായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഓർത്ത് നിങ്ങളെക്കുറിച്ച് ലജ്ജിക്കുക എന്നുള്ളതല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഒരു വിഷയത്തിൽ ചർച്ച ചെയ്യുന്നതിനൊക്കെ അന്തസ്സുണ്ട്. പക്ഷേ എം പി രാജേഷിനെ പോലെ പരിശുദ്ധ ജീവിതമുള്ളൊരു മനുഷ്യൻ്റെ പടമൊക്കെ വെച്ച് ഒയാസിസിൻ്റെ മന്ത്രിയോ, നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെ പടം വെച്ച് 83 കമ്പനിയുടെ പേരടിക്കപ്പാ, അടിക്കുമോ നിങ്ങൾ? പടം വെച്ച് ഈ അല്ലല്ല, നിങ്ങൾ ഞാൻ വിഷയത്തിലേക്കല്ല, ഇതല്ലാണ്ട് പിന്നെ എന്താ വിഷയം? നിങ്ങൾ എന്ത് തോന്നിയാസ കാണിക്കുന്നത്? ആ കാർഡ് പിൻവലിക്ക്. സുനിൽകുമാർ, ഈ പറയുന്ന ഇതിപ്പോ നരേന്ദ്രമോദിയുടെ അതേ വാദഗതിയാണ്. 10 കൊല്ലം കഴിഞ്ഞു അദ്ദേഹത്തിന്റെ ഭരണം. അല്ലെ ഒരു സെക്കൻഡ് പറയട്ടെ. 11ാമത്തെ കൊല്ലത്തിലേക്ക് കടക്കുന്നു. ആ ഗവൺമെന്റ് പറയുന്ന ഇതാണ്. അല്ലല്ലോ ഒരു സെക്കൻഡ്, ഇങ്ങോട്ട് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് കേൾക്കും. അങ്ങ് ഇത്രയും സമയം പറഞ്ഞത് കേട്ടല്ലോ. അല്ലല്ലോ ഒരു സെക്കൻഡ്. 11ാമത്തെ കൊല്ലം മോദിയും പറയുകയാണ്. അല്ലല്ല, മൂന്നാമത്തെ ഭരണ തുടർച്ചയിലേക്ക് പോകുമ്പോ നരേന്ദ്രമോദിയും പറയുകയാണ് ഈ സർക്കാരുകൾക്ക്. അല്ലല്ലോ ഒരു സെക്കൻഡ്, 1-2 മോദി സർക്കാരിനെതിരെ എന്തെങ്കിലും ഒരു അഴിമതി ആരോപണം തെളിയിക്കാൻ പറ്റിയോ എന്ന് ഞാൻ ശ്രീ അനിൽകുമാറിനോട് എല്ലാ വിനയത്തോടെയും ചോദിക്കുകയാണ്. നിങ്ങൾ ഒരുപാട് അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചല്ലോ മോദി സർക്കാരിനെതിരെ, തെളിയിച്ചൊരെണ്ണം പറയാമോ? അല്ല, ഇലക്ട്രൽ ബോണ്ട് അഴിമതി പിന്നെ അഴിമതിയല്ലേ? അത് സുപ്രീം കോടതി അത് അഴിമതി എന്ന് പറഞ്ഞു. എന്നിട്ട് ആരെങ്കിലും പിടിച്ച് അകത്തിട്ടോ? മോദി അകത്ത് കിടക്കുകയാണോ? പറഞ്ഞു, അതുകൊണ്ടല്ല റദ്ദാക്കിയത്. ഒന്നുമല്ല. ഒരു സംശയവും വേണ്ട. ഒരു സെക്കൻഡ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇവിടെ നിങ്ങൾ ഉന്നയിച്ച പല അഴിമതി ആരോപണങ്ങളും അങ്ങനെ പോകരുത്. അങ്ങേക്ക് ധാരാളം സമയം കിട്ടിയതാണ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇവിടെ ഈ ആരോപണങ്ങളെല്ലാം, ഈ സർക്കാരിനെതിരെ വന്ന ആരോപണങ്ങളെല്ലാം
അന്തരീക്ഷത്തിൽ ലയിച്ചില്ലാതായിപ്പോയി. നിങ്ങൾ കോടതിയുടെ പടി കയറിയിട്ട് പോലും അങ്ങനെയുള്ള വലിയ പ്രഹരമുണ്ടായി. അതുകൊണ്ട് പരിശുദ്ധ ജീവിയായ എം പി രാജേഷിനെ തൊട്ടുകൂടാ എന്നാണ് പറയുന്നത്. അല്ല, അതെ. അതിന് ഞാനല്ല അദ്ദേഹം മറുപടി വരാം പറയുന്നത്. ശ്രേൽകുമാർ. ഞാനൊന്ന് ചോദിക്കട്ടെ വേണു. ഞാനും ചോദിക്കട്ടെ വേണു. ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് കാശ് 2018 വേണു ഇതേപോലെ തന്നെ 2018 ബ്രൂവറിയും ഡിസ്റ്റിലറിയും കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ പിന്നോട്ട് പോയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? 2018 ബ്രൂവറി ഡിസ്റ്റിലറി വിതരണം നടത്താൻ ശ്രമിച്ചപ്പോ ആപ്ലിക്കേഷൻ വിളിച്ചപ്പോ നിങ്ങൾ പിന്തിരിഞ്ഞോടിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? പമ്പ മണൽക്കടത്ത് വിവാദം വന്നപ്പോ നിങ്ങൾ പിന്തിരിഞ്ഞ് ഓടിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട വിവാദം 2016 വന്നപ്പോ നിങ്ങൾ പിന്തിരിഞ്ഞോടിയത് എന്തിന്റെ പേരിലായിരുന്നു? സ്പ്രിംഗ്ലർ ഇടപാട് വന്നപ്പോ നിങ്ങൾ പിന്തിരിഞ്ഞോടിയത് എന്തിന്റെ പേരിലായിരുന്നു? AI ക്യാമറയായിട്ട് ബന്ധപ്പെട്ട് താങ്കൾ പറയുന്നു AI ക്യാമറയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഹൈക്കോടതിയിൽ കേസുണ്ട്. ഇനി കെ ഫോണിനെ സംബന്ധിച്ച് കെ ഫോൺ സർക്കാർ ഓഫീസുകളിലൊക്കെ നിറഞ്ഞു നിൽക്കുകയായിരുന്നല്ലോ. കെ ഫോൺ കൊണ്ട് കേരളത്തിലെ ഏതെങ്കിലും ഒരു സാധാരണക്കാരന് ഗുണം കിട്ടുന്നുണ്ടോ? ഈ ഉദ്ദേശിക്കുന്ന പിന്നെ സ്പീഡിൽ ശരി ജ്യോതി. ശ്രേൽകുമാർ മുൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യമാണ് ശ്രീ ജ്യോതി ആവർത്തിക്കുന്നത്. ആറോളം കാര്യങ്ങൾ മുൻ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു. ആ 6 എണ്ണത്തിലും സർക്കാർ പിൻവാങ്ങിയ കഥയാണ് അദ്ദേഹം പറയുന്നത്. വേഗം അതിനുള്ള മറുപടി. ഒന്ന്, ഈ ഇലക്ട്രൽ ബോണ്ട് കൊള്ളയല്ലെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? ഇലക്ട്രൽ ബോണ്ട് നിയമവിരുദ്ധമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് കേട്ടില്ലേ നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഇലക്ട്രൽ ബോണ്ട് നിയമവിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ചത് കൊണ്ടാണ് ആ വാങ്ങിച്ച കള്ളന്മാരുടെ പേരുവിവരം പത്രത്തിൽ കൊടുക്കാൻ പറഞ്ഞത് SBIയോട്. എന്നിട്ട് ആരെയാ കിട്ടിയത്? കള്ളന്മാരുടെ പേരുവിവരം എന്നിട്ട് ആരെയാ കിട്ടിയത്? പറയട്ടെ, ഒന്നാമത്തെ കള്ളം മോദി. പറയട്ടെ, ഒന്നാമത്തെ കള്ളം മോദി സർക്കാരിലെ ഗവൺമെന്റ് BJP. രണ്ടാമത്തെ കള്ളന്മാര് കോൺഗ്രസ്സുകാർ. ഏറ്റവും കൂടുതൽ കാശ് വാങ്ങിച്ച മോദി അകത്ത് കിടക്കുകയാണോ? 1800 കോടി മോദി അകത്ത് കിടക്കുകയാണോ? മോദി കള്ളൻ എന്ന് പറഞ്ഞ ഏതെങ്കിലും വിധി വന്നോ? അല്ലല്ല, ഏതെങ്കിലും ആരോപണത്തിലൂടെ അല്ലല്ല, ആരോപണം ആവർത്തിച്ചിട്ട് കാര്യമില്ല. അല്ല, ആദ്യം ഉന്നയിക്കുന്നു ആരോപണം, എന്നിട്ട് നിങ്ങൾ തെളിയിച്ചോ ശ്രേൽകുമാർ? അതാണല്ലോ നിങ്ങളുടെ ഈ ഗോഗ്വാവിളി. ഇവരൊന്നും തെളിയിച്ചില്ല എന്ന്. പറയൂ. നിങ്ങൾ സമ്മതിക്കില്ലല്ലോ. ഞങ്ങൾ ജയിച്ചവരാണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കൊള്ളയായ അഴിമതിയായ ഇലക്ട്രൽ ബോണ്ട് കൊള്ളയിൽ രാഹുൽ ഗാന്ധിയെയും നരേന്ദ്രമോദിയെയും തുറന്നുകാട്ടി ആ കള്ളന്മാരുടെ വിവരങ്ങൾ പൊതുമണ്ഡലത്തിൽ കൊണ്ടുവന്ന വിജയിച്ച രാഷ്ട്രീയക്കാരാണ് CPM. വാങ്ങിക്കാതെ പറയട്ടെ, ഞാനത് പറയട്ടെ, എൻ്റെ അഭിപ്രായമല്ലേ, എൻ്റെ അഭിപ്രായം ഞാൻ ഇങ്ങോട്ട് പറയട്ടെ. ആ കൊള്ളക്കാരെ പുറത്തു കൊണ്ടുവന്ന, കള്ളന്മാരെ പുറത്തു കൊണ്ടുവന്ന, കോർപ്പറേറ്റുകളുടെ സംഭാവനകൾ പുറത്തു കൊണ്ടുവന്ന വിജയിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് CPIM. അത് കഴിഞ്ഞിട്ടാണ് ഇന്നത്തെ കണക്ക്. അല്ലല്ല, ഇത് ആവർത്തിക്കേണ്ട. ഈ പ്രൂഡന്റ് ട്രസ്റ്റിന്റെ ഒക്കെ കാര്യമൊക്കെ മാധ്യമങ്ങളിലൂടെ വന്നു കഴിഞ്ഞു. അല്ലല്ല, ഞാനൊന്ന് പറയട്ടെ പറയുമ്പോൾ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അല്ലല്ല, അങ്ങ് സഹകരിക്കണം, ഈ ചർച്ചയോട് അങ്ങ് സഹകരിക്കണം. അല്ലല്ല, ഈ പറയുന്ന ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം എന്തുകൊണ്ട് അതിവേഗത്തിൽ ഈ ഫയൽ നീങ്ങി? അതിന്റെ മറുപടി പറയൂ. ബാക്കിയെല്ലാം അങ്ങ് പറഞ്ഞു, അതെല്ലാം ആവർത്തിച്ച് ഞങ്ങൾ കേൾക്കുകയും ചെയ്തു. ഇനി ഈ ചോദ്യത്തിന് നേരിട്ടുള്ള മറുപടി. അല്ലല്ല, വേണുവിന് വലിയ ബഹുമാനമായിരുന്നല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതാണ്ട് പറഞ്ഞ ഉടനെ അത് വലിയ ഉദ്ധരിച്ചല്ലോ. ഇതുപോലുള്ള ചർച്ചയിൽ ഇങ്ങനെയുള്ളവർ പറയുന്നു ഒക്ടോബർ 18-ന് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതിന് തൊട്ട് പിന്നാലെ 24-ന് മന്ത്രി ഫയൽ അംഗീകരിച്ച് മുഖ്യമന്ത്രിക്ക് കൈമാറുന്നു. അതിന് മറുപടി മറ്റു വിഷയത്തിലേക്ക് ഞാൻ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കും. ഒരു തർക്കവും വേണ്ട അതിനകത്ത്. അന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ വേറെ ആളുകളിലേക്ക് പോകും. നിങ്ങൾ മനസ്സിലാക്കി, ഞാൻ മറ്റു അതിഥികളിലേക്ക് പോകും. 300 കോടി രൂപ പറയട്ടെ, 300 കോടി രൂപയുടെ അഴിമതിയിൽ പിടിക്കപ്പെട്ട് സ്വത്ത് കണ്ടുകെട്ടപ്പെട്ട ഒരു മുഖ്യമന്ത്രി ഉണ്ട് കർണാടകത്തിൽ, സിദ്ധരാമയ്യ. നീല ട്രോളി ഒന്ന് തെളിയിക്കുന്നേ ആദ്യം. നിങ്ങൾ ഈ കർണാടകത്തിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ആ നീല ട്രോളി ഒന്ന് തെളിയിക്ക്. നീല ട്രോളി ഒന്ന് തെളിയിക്ക്. ഞാൻ ഒന്ന് പറയട്ടെ. അല്ല, ഞാനും ഒന്ന് പറയട്ടെ. ആ നീല ട്രോളി ഒന്ന് തെളിയിക്ക്. ഞാനിത് പറയട്ടെ. നിങ്ങൾ മോദിയെ വരെ കള്ളനെന്നും രാഹുൽ ഗാന്ധി വരെ കള്ളനെന്നും തെളിയിച്ചതല്ലേ? ആ നീല ട്രോളി ഒന്ന് തെളിയിക്ക്. ഇനി ഒന്നും വേണ്ട, കൃഷ്ണദാസിനെ ഒന്ന് ബോധ്യപ്പെടുത്ത്. അത് പറയാം, അതിന് മറുപടി ഉണ്ട്. അല്ലല്ല, ആ വിഷയത്തിലേക്ക് മാറി പോരുത്. ചോദ്യം ഇതാണ്. 8 മാസം നിന്ന ഫയൽ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ശരവേഗത്തിൽ നീങ്ങിയതിന്റെ ഉത്തരം പറയുക. ഉത്തരം പറയാം. അതിന് മുന്നൊരു കാര്യം, ആ നീല ട്രോളിയും കൊണ്ട് ഒരാൾ ഓടിയല്ലോ. അതായത് അയാൾ ഓടുകയോ നിൽക്കുകയോ കുതിക്കുകയോ കിതയ്ക്കുകയോ എന്ത് വേണമെങ്കിലും അത് തെളിയിച്ചോ? നീല ട്രോളിയും കൊണ്ട് ഒരുത്തൻ ഓടി. ഞാൻ പറയട്ടെ, നീല ട്രോളിയും കൊണ്ട് ഒരുത്തൻ ഓടി. ഞാൻ പറയട്ടെ, നിങ്ങൾ എന്നോട് നീല ട്രോളി ചോദിച്ചു, ഞാൻ നീല ട്രോളി പറയുകയാണ്.
നീല ട്രോളിയും കൊണ്ട് ഒരുത്തൻ ഓടുന്നു. അയാൾ പോയിട്ട് ഒരു കാറെ കയറുന്നു. അത് കഴിഞ്ഞ് ആ കാറിൽ നിന്ന് നീല ട്രോളിയായിട്ട് പിന്നെ വേറൊരു കാറെ കയറുന്നു. ശ്രീ അനിൽകുമാറെ, നമുക്ക് ആവശ്യമല്ല. അപ്പൊ എനിക്ക് മനസ്സിലാകുന്നു അങ്ങേക്ക് ഫയൽ നീക്കവുമായി ബന്ധപ്പെട്ട മറുപടി ഇല്ല. അല്ലല്ല, ഫയൽ നീക്കവുമായി ബന്ധപ്പെട്ട മറുപടി ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ സി ആർ നീലകണ്ഠൻ, ഇവിടെ ഫയൽ നീക്കത്തിന്റെ ചോദ്യത്തിൽ ശ്രീ അനിൽകുമാർ അങ്ങ് വളരെ ബഹുമാനനായ അതിഥിയാണ് അങ്ങ് സഹകരിക്കുക. ശ്രീ സി ആർ നീലകണ്ഠൻ, ഇവിടെ ശ്രീ അനിൽകുമാർ ഈ ഫയലിന്റെ ശരവേഗത്തിലുള്ള നീക്കവുമായി ബന്ധപ്പെട്ട് ആവർത്തിച്ചു പറഞ്ഞ ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയുന്നില്ല. ഇനി അദ്ദേഹത്തിന്റെ അടുത്ത അവസരത്തിൽ അദ്ദേഹം മറുപടി പറയുമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. എനിക്ക് ആ ചോദ്യമുണ്ട് ശ്രീ സി ആറിനോടും. ഒപ്പം ഒരു ചോദ്യം കൂടിയുണ്ട്. ദയവായി അത് ശ്രീ അനിൽകുമാർ ഇപ്പോൾ ഒന്ന് കേൾക്കുക. അതിനുശേഷം അങ്ങ് വീണ്ടും അവസരം കിട്ടുമ്പോൾ അങ്ങ് അതിന് മറുപടി പറയണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയുമാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ് ശ്രീ സി ആർ. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ഇനി അടുത്തത്, ഇവിടെ ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഈ കമ്പനി എന്നതാണ് ഈ കമ്പനിയുടെ മാഹാത്മ്യമായി MP രാജേഷ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ ഇപ്പോ പുറത്തു വരുന്ന രേഖകളുണ്ട്. ആ രേഖകൾ എന്ന് പറയുന്നത് കേന്ദ്രം ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമ്പോൾ ലെറ്റർ ഓഫ് എക്സ്പ്രഷൻ വിളിക്കുന്നു. ആ ലെറ്റർ ഓഫ് എക്സ്പ്രഷൻ വിളിക്കുന്ന ഘട്ടത്തിൽ ഇവർ പ്ലാന്റിന്റെ അഡ്രസ്സായി കൊടുക്കുന്ന ചില വിവരങ്ങളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ലെറ്റർ ഓഫ് ഇൻറ്റന്റ് അംഗീകരിക്കുന്നത്. ആ ലെറ്റർ ഓഫ് എക്സ്പ്രഷനിൽ ഇവർ സ്ഥലമായി പറഞ്ഞിരിക്കുന്നത് എവിടെയാണ് എന്ന് അങ്ങേക്ക് അറിയും എന്നാണ് ഞാൻ കരുതുന്നത്. അതിപ്പോൾ ഈ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന എലപ്പുള്ളിയിലെ ഈ സ്ഥലത്താണ്. ഞാൻ വരാം ശ്രീ അനിൽകുമാർ, ആ സ്ഥലത്താണ്. എന്ന് മാത്രമല്ല, ഈ ലെറ്റർ ഓഫ് ഇന്റന്റ് കൊടുക്കുമ്പോൾ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഒന്നാമതായി 2023 ഇത് ക്ഷണിക്കുകയും ഈ എക്സ്പ്രഷന് വേണ്ടിയിട്ട് ഈ പറയുന്ന പ്ലാന്റിന്റെ അഡ്രസ്സായിട്ട് ഈ എലപ്പുള്ളി പറയുകയും ചെയ്യുന്നത് ശ്രീ സി ആർ. ആ ഘട്ടത്തിൽ ഈ അനുമതി കൊടുക്കുമ്പോൾ, ആ ടെൻഡറിൽ പങ്കെടുത്ത് കേന്ദ്രം ഇവർക്ക് അനുമതി കൊടുക്കുമ്പോൾ ഒരു വ്യവസ്ഥ പറയുന്നുണ്ട്. നിങ്ങൾ ഈ പറയുന്ന സ്ഥലത്തല്ലാതെ മറ്റൊരിടത്തേക്ക് ഈ പ്ലാന്റ് മാറ്റാൻ കഴിയില്ല എന്ന്. അപ്പോൾ അത്രയും ആത്മവിശ്വാസത്തോടെ ഇപ്പോഴാണല്ലോ ഈ ക്യാബിനറ്റ് അംഗീകാരമൊക്കെ വരുന്നത്. 23-ന് അത്രയും ആത്മവിശ്വാസത്തോടെ ഈ പ്ലാന്റ് അഡ്രസ് കൊടുക്കുക, അതിന്റെ ഭാഗമായി ടെൻഡറിൽ പങ്കെടുക്കുക, ആ ടെൻഡർ ഉറപ്പാക്കപ്പെടുക. ഒയാസിസിന് എങ്ങനെ പറ്റി ഈ ദിവ്യദൃഷ്ടി? അവർക്ക് പിന്നീട് അംഗീകാരം കിട്ടുമെന്ന് എന്ത് ആത്മവിശ്വാസം? ആര് നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ, ഏത് നിറമുള്ള ട്രോളിയുടെ ബലത്തിൽ ശ്രീ സി ആർ ഇതെല്ലാം നടന്നത്? അല്ലല്ല, ഞാനൊന്നും മറുപടി പറഞ്ഞിട്ട് പോയില്ല. ശ്രീകുമാറിലേക്ക് വരാം. ശ്രീ സി ആർ, ഈ ചോദ്യമെല്ലാം അങ്ങയിലേക്ക് വരാം. ശ്രീ അനിൽകുമാർ, ശ്രീ സി ആർ അങ്ങയിലേക്ക് വരും. ശ്രീ അനിൽകുമാർ, ഇപ്പോ ശ്രീ സി ആർ എന്ന് പറഞ്ഞോളൂ, ഞാൻ കേൾക്കുന്നുണ്ട്. ഞാൻ തുടരേണ്ട കാര്യമില്ല. ശ്രീ അനിൽകുമാർ, ദയവീത് തുടരുക. ഒരവസരം മാത്രമല്ല ഉള്ളത്. ഒരവസരം മാത്രമല്ല ഉള്ളത്. അങ്ങ് സഹകരിക്കാം. ശ്രീ സി ആർ, ഞങ്ങളെ കുറിച്ച് പറയാവുന്ന മുഴുവൻ വൃത്തികേടും പറഞ്ഞിട്ട് ഇനി ദയവോ ശ്രീ സി ആർ പറയൂ. ശ്രീ അനിൽകുമാർ മാന്യനാണ്, അദ്ദേഹം മറുപടി പറഞ്ഞോളൂ. അദ്ദേഹത്തിന്റെ അവസരത്തിൽ ശ്രീ സി ആർ പറയൂ. അല്ലല്ല, ഞങ്ങളുടെ മാന്യന്മാരായ ഗവൺമെന്റിനെ അനിൽകുമാറിന് ഉത്തരം പറയാൻ പറ്റില്ല. കാരണം ശ്രീ സി ആർ മറുപടി പറയൂ. ശ്രീ സി ആർ മറുപടി പറയൂ. അല്ലല്ല, അനിൽകുമാറിന് മറുപടി ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം ഈ ചർച്ച ശ്രീ അനിൽകുമാർ അങ്ങയിലേക്ക് വരാമെന്നേ. ശ്രീ സി ആർ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കണേ? ഞങ്ങളെ വേട്ടയാടിയിട്ട്, ഞങ്ങളെ ശ്രീ സി ആർ പറയൂ. കെട്ടുകഥ ഉണ്ടാക്കിയിട്ട് അദ്ദേഹത്തിന് മറുപടി പറയാതിരിക്കാനുള്ള ടെക്നിക്കാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേണു ചോദിച്ച ഷാർപ്പായ 2 ചോദ്യങ്ങൾ. ശ്രീ സി ആർ മറുപടി പറയൂ. അതിനുശേഷം ശ്രീ അനിൽകുമാറിലേക്ക് പോവാം. ശ്രീ സി ആർ പറയൂ. ഷാർപ്പായിട്ട് തന്നെ പിടിച്ചോ. ഞാൻ പറഞ്ഞോളൂ. ഞാൻ പറയാം ഷാർപ്പായിട്ട്. ഇതുവരെ പറഞ്ഞത് ഒന്നാമത്തെ കാര്യം, കേരളത്തിനകത്ത് ശ്രീ സി ആർ അങ്ങ് പറയൂ. ശ്രീ സി ആർ അങ്ങ് പറയൂ. ശ്രീ സി ആർ അങ്ങ് പറയൂ. അനിൽകുമാർ, ഇപ്പൊ അങ്ങ് ആ വിഷയത്തിലേക്ക് വരികയാണ്. പക്ഷേ അങ്ങേക്ക് അടുത്ത ഘട്ടത്തിലുള്ള അവസരം. ശ്രീ സി ആർ, ബന്ധമില്ലാത്ത വേറെ കാര്യങ്ങളാണ്. കൃത്യമായ ചോദ്യമാണ്. എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് 2023 തന്നെ ഈ കമ്പനിക്ക് ഈ ഉറപ്പ് കിട്ടിയത് എന്ന ചോദ്യമുണ്ട്. ആ ഉറപ്പ് തന്നെയാണ് നേരത്തെ പറഞ്ഞ 2023-24 നയമാറ്റം അനുസരിച്ചാണ് എന്നാണ് പറഞ്ഞത്. 2022 തന്നെ ഇവർ അപേക്ഷ കൊടുത്തിട്ട് വീണു. ഇവരുടെ അപേക്ഷ അവിടെയുണ്ട്. ഇവർക്ക് അപേക്ഷ കൊടുക്കുകയും അപേക്ഷ വേണ്ട രൂപത്തിൽ നിങ്ങൾ മാനേജ് ചെയ്തോളാം എന്ന് ഉറപ്പ് കിട്ടുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാരിന് ലെറ്റർ ഓഫ് ഇൻറ്റന്റ് കിട്ടുന്നതിന് വേണ്ടി ഇവർ അപേക്ഷ കൊടുത്തത്. എലപ്പുള്ളിയിലാണ് ഞങ്ങളുടെ സ്ഥലം. എലപ്പുള്ളിക്ക് അന്ന് തത്വത്തിൽ പോലും അംഗീകാരം കിട്ടിയിട്ടില്ല.
ആ ഒരു ഉറപ്പിലാണ് ഇപ്പം. അതാണ് വേണു പ്രധാന പ്രശ്നം. ഇതിലെ ദുരൂഹത എന്ന് പറയുന്നത് കാര്യം ആദ്യം കമ്പനിയെ തിരഞ്ഞെടുക്കുകയും പിന്നെ നയം മാറ്റുകയും പിന്നെ അതിനനുസരിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് പോവുകയും അതിൻ്റെ ഒരു ക്രിട്ടിക്കൽ ഘട്ടത്തിൽ വന്നപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മന്ത്രിസഭ തീരുമാനിക്കുന്നു, പിറ്റേ ദിവസം കാര്യങ്ങൾ പോകുന്നു, പിറ്റേ ദിവസം അതിൻ്റെ വളരെ വേഗത്തിൽ വയനാട് പുനരധിവാസമൊന്നുമല്ല, ഒരു കാര്യത്തിലും ഇല്ലാത്ത ഒരു ധൃതി ഇതിൽ കാണിക്കുന്നു. എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റിൽ പറയുന്നത് ഡീറ്റെയിൽസ് ഓഫ് അപ്കമിംഗ് ഡെലിഗേറ്റഡ് എത്തനോൾ പ്ലാന്റ് യു ഹാവ് പ്രൊപ്പോസ് ടു കമ്മീഷൻ ദ പ്ലാന്റ് അറ്റ് വേങ്ങോടി പോസ്റ്റ് ഇലപ്പുള്ളി 2 വില്ലേജ്, പാലക്കാട് താലൂക്ക്, പാലക്കാട് ഡിസ്ട്രിക്ട്. അവര് ഈ പറയുന്ന ടെൻഡറിൽ പങ്കെടുക്കുകയാണ് ഇത് വെച്ചുകൊണ്ട്. അതായത് എന്ന് മാത്രമല്ല, ഒരു കാര്യം കൂടിയുണ്ട്. ഈ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റിൽ പ്രത്യേകം പറയുന്നുണ്ട്, ഈ സ്ഥലത്തല്ലാതെ വേറെ എവിടെയും ഈ എത്തനോൾ പ്ലാന്റ് മാറ്റി സ്ഥാപിക്കാൻ അനുവദിക്കില്ല. അപ്പോ തന്നെ ഈ അനുമതി കിട്ടുമെന്ന് എങ്ങനെ കരുതി ഒയാസിസ്? അല്ല, അത് ഞാൻ പറഞ്ഞേ, ഒയാസിസിന് നല്ല ഉറപ്പുണ്ടായിരുന്നു ഇത് കിട്ടുമെന്ന്. അതിനു വേണ്ട ഏർപ്പാട് അവർ ചെയ്തിരുന്നു. ഇപ്പോൾ മന്ത്രിസഭ അത് റെഗുലറൈസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അവിടെയാണ് പ്രശ്നം. ഒരു തെറ്റ് റെഗുലറൈസ് ചെയ്ത് കൊടുക്കുകയാണ് മന്ത്രിസഭ ചെയ്തത്. ഒയാസിസ് നേരത്തെ തീരുമാനിച്ചു, അത് കഴിഞ്ഞിട്ട് മന്ത്രിസഭ തീരുമാനിച്ചു, തത്വത്തിൽ അംഗീകാരം കൊടുത്തു. ഇപ്പോൾ പ്രശ്നമുണ്ട്. എത്തനോൾ പ്ലാന്റിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കമ്പനിയാണെങ്കിൽ ഇവർക്ക് എത്തനോൾ വേറെ എവിടെയെങ്കിലും ഉണ്ടാക്കിയ കൂടെ? എന്തിനാ എത്തനോൾ ഇവിടെ ഉണ്ടാക്കണേ? ഈ എലപ്പുള്ളി ഉണ്ടാക്കണ എത്തനോൾ മാത്രമേ പറ്റൂ, അതിന് മാത്രമേ പെർമിഷൻ കൊടുക്കൂ എന്ന് വന്നാൽ എത്തനോൾ ഇവിടെ ഉണ്ടാക്കാൻ, എത്തനോൾ മാത്രമല്ല ബാക്കി സംഗതികളും ഇവിടെ ഉണ്ടാക്കാൻ വേണ്ട എല്ലാ പെർമിഷനും അണ്ടർ ഹാൻഡായിട്ട് അണ്ടർഗ്രൗണ്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ അണ്ടർഗ്രൗണ്ട് അത് കിട്ടിയത് കൊണ്ട് തന്നെയാണ് അവർ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് കൊടുത്തത്. ഇപ്പം തന്നെ വേണമെങ്കിൽ, അതല്ല ഇവർ പറയാതെയാണ് അത് കൊടുത്തതെങ്കിൽ ഇതിപ്പോൾ റദ്ദാക്കാം സർക്കാരിന്. കാരണം എന്താ, ഞങ്ങൾ അനുമതി തരുന്നതിന് മുമ്പ് നിങ്ങൾ അപേക്ഷിച്ചു. എവിടേക്ക്? കേന്ദ്ര സർക്കാരിലേക്ക്. നിങ്ങളിങ്ങനെ അത് രേഖാമൂലം തെളിവുള്ള കാര്യമാണ് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് കൊടുത്തത്. ആ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റിന് മറുപടി കൊടുത്തപ്പോൾ അതിൽ ഇവർ കൃത്യമായി പറയുന്നത് ഞങ്ങൾക്ക് എലപ്പുള്ളിയിൽ ലാൻഡ് ഉണ്ട്, ഞങ്ങൾ അവിടെ നടപ്പാക്കും എന്നാണ്. എന്ന് പറഞ്ഞാൽ മന്ത്രിസഭ തീരുമാനിക്കുന്നതിന് മുമ്പ് ഒയാസിസ് തീരുമാനിച്ചു എന്നാണോ പറയേണ്ടത്? അതോ ഒയാസിസ് തീരുമാനിച്ചു, മന്ത്രിസഭ ഔദ്യോഗികമായി തീരുമാനിച്ചില്ല, അനൗദ്യോഗികമായി തീരുമാനിച്ചു, ഒരു ഘട്ടം വന്നപ്പോൾ മന്ത്രിസഭ തീരുമാനിച്ചു? ഇതിന് തന്നെയാണ് അണ്ടർ ഹാൻഡ് ഡീലിംഗ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇപ്പം ശരിക്കും ഗവൺമെൻറ് ചെയ്യേണ്ടത്? എന്താ, ഈ ഡോക്യുമെൻ്റ് അവരിൽ കിട്ടിയാൽ, എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് കിട്ടിയാൽ, ആഹാ നിങ്ങൾ ഇങ്ങനെയാണല്ലേ, ഞങ്ങൾ മന്ത്രിസഭയിൽ ഒക്ടോബർ 15-ാം തീയതി തീരുമാനം പറയുന്നു, നിങ്ങൾ കഴിഞ്ഞ കൊല്ലം തന്നെ മുൻകൂറായിട്ട് നിങ്ങൾ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കും, കഴിഞ്ഞ കൊല്ലവുമല്ല 23 പ്ലാന്റ് ഉണ്ടെന്ന്. അതെങ്ങനെയാ പറ്റുക? 23 അവിടെ അവരെ പറയുന്നു, 23-24 ഇതിനനുകൂലമായ മദ്യനയം വരുന്നു. ഇപ്പോ അവർക്ക് അതേ പ്ലാന്റിൽ അത് എല്ലാം പ്രവർത്തിപ്പിക്കാനുള്ള അനുമതിയും കൊടുക്കുന്നു. അങ്ങനെയാണല്ലോ അതിന്റെ നടപടിക്രമം നടപടിക്രമമല്ല, അതിന്റെ ക്രോണോളജി അങ്ങനെയല്ലേ ശ്രീ സി? അല്ല, അല്ല, അതുകൊണ്ട് തന്നെയാ പറഞ്ഞേ. ഇതേ ചോദ്യം ഇവിടെ പലരും ചോദിച്ചല്ലോ മുമ്പ്. ചിറ്റൂരിൽ ഒരു ഷുഗർ മില്ലുണ്ട്. അവർക്ക് വെള്ളം കൊടുക്കാൻ ഇതുവരെ KWനോ അല്ലെങ്കിൽ സർക്കാരിനോ കഴിഞ്ഞിട്ടില്ല. സർക്കാരിൻ്റെ മില്ല മലബാർ ഡിസ്റ്റിലറീസ്. അതിന് പോലും കൊടുക്കാതെ ഒയാസിസിന് കൊടുക്കാമെന്നും ഒയാസിസിന് അനുമതി കൊടുക്കാമെന്നും വെള്ളം കൊടുക്കാമെന്നും മുൻകൂർ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ഒയാസിസിന് ഒരിക്കലും സെൻട്രൽ ഗവൺമെൻറ്റിന് അങ്ങനെ ഒരു അഫിഡവിറ്റ് കൊടുക്കാൻ പറ്റില്ല, എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഉറപ്പ് ഇവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ഇതിൽ ഉറപ്പ് നേരത്തെ കൊടുത്തു മന്ത്രിസഭ തീരുമാനിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അവരൊരു തെറ്റ് ചെയ്തു, ഈ പ്രാഥമിക അനുമതി സർക്കാർ ഇപ്പോൾ റദ്ദാക്കണം. കാരണം ഞങ്ങൾ പറയാതെ നിങ്ങളോട് ആരാ പറഞ്ഞത് കൊടുക്കാൻ? ഞങ്ങൾ പറയുന്നതിന് മുമ്പ് നിങ്ങൾ അനുമതി മേടിച്ചാൽ അതിനർത്ഥം എന്താ? അവിടെയാണ് പ്രശ്നം. അങ്ങനെയുള്ളൊരു കമ്പനിയാണ് ഇത് എന്ന് കൃത്യമായി പറയുകയും ഇത് ഇവർക്കറിയാം ഇത് വിവാദമാവുന്നു. കാരണം വെള്ളത്തിന്റെ കാര്യത്തിൽ വിവാദമാവും, അനുമതിയുടെ കാര്യത്തിൽ വിവാദമാവും. അല്ലല്ല, നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ശ്രീ സി ആർ പറഞ്ഞത്. ശരിയാണ് ശ്രീ സി ആർ പറഞ്ഞത്. ഈ പറയുന്ന മലബാർ ഡിസ്റ്റിലറീസിന്റെ കാര്യം അല്ലേ? അതായത് ഈ പറയുന്ന ഷുഗർ മില്ലുമായി ബന്ധപ്പെട്ടത് പുതിയ രൂപത്തിലുള്ള ഈ മലബാർ ഡിസ്റ്റിലറീസിന്റെ കാര്യമല്ലേ പറയുന്നത്? അതുകൂടാതെ മറ്റൊരെണ്ണവും കൂടെയുണ്ട്, ഈ പറയുന്ന കേരള ഡിസ്റ്റിലറീസ്. അവിടെയും ഈ പറയുന്ന അസംസ്കൃത വസ്തു ഈ വെള്ളമാണല്ലോ, അത് കിട്ടാത്തത് കൊണ്ട് അത് ലേ ഓഫിലേക്ക് പോയി. അങ്ങനെ പോയതിന്റെ ഭാഗമായി പിന്നീട് മറ്റൊരു സംരംഭം എന്ന നിലയിൽ മറ്റൊരു ഗ്രൂപ്പ് അതുമായി ബന്ധപ്പെട്ട അനുമതിക്ക് വേണ്ടി ഇതേ സർക്കാരിനെ സമീപിച്ചു. ഒന്നും ഉണ്ടായിട്ടില്ല. 4 വർഷമായി ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഇത്ര ആളുകൾക്ക് ജോലി കൊടുക്കുമെന്നല്ലേ ഈ മന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇത്രയും ആളുകളുടെ ജോലി പോയ കാര്യത്തിൽ ഈ മന്ത്രിയുടെ സർക്കാർ എന്ത് നടപടിയെടുത്തു? ഈ മന്ത്രിക്ക് മറുപടി ഉണ്ടോ? ഇല്ലല്ലോ. ഒയാസിസിന്റെ കാര്യത്തിൽ മാത്രമല്ലേ താല്പര്യം? അല്ല, പെപ്സി പൂട്ടി, കൊക്കോകോള പൂട്ടി, അത് നേരത്തെ പൂട്ടി,
ഇപ്പോൾ ഈ മലബാർ ഡിസ്റ്റിലറി പൂട്ടി, കേരള ഡിസ്റ്റിലറി പൂട്ടി, ഇതിലൊക്കെ തൊഴിൽ പോയ ആളുകളുടെ കാര്യത്തിൽ ഒരു താല്പര്യമില്ലാത്ത ഒരു ഗവൺമെൻറ് ഇപ്പോൾ തൊഴിൽ, അതിനെയാണ് പ്രശ്നം. ഇപ്പോൾ തൊഴിൽ കിട്ടും എന്ന് പറയുന്നത് അതിലാണ് ഈ സ്ഥാപിത താല്പര്യങ്ങൾ അല്ലെങ്കിൽ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് സാധാരണ മനുഷ്യർക്ക്, സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാവുക. ആ മറുപടി പറയാത്തതുകൊണ്ട് അനിൽകുമാർ ഈ ചുറ്റുവട്ടം കളിച്ചത്. ശരി ശരി ഈ മറുപടി കൃത്യമായി ശ്രീ അനിൽകുമാർ, അങ്ങയോട് എല്ലാ ബഹുമാനത്തോടെ അഭ്യർത്ഥിക്കണം. അങ്ങ് നല്ലൊരു അതിഥിയാണ്, വളരെ കർക്കശമായി ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന ആളുമാണ്. ഒന്ന്, ശരവേഗത്തിലുള്ള ഫയൽ നീക്കം ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം. 2, 2023 തന്നെ കേന്ദ്ര സർക്കാരിനോട് ഇവർ പറയുന്നു ഇന്ന സ്ഥലത്ത് ഞങ്ങളുടെ പ്ലാന്റ് ഉണ്ട്, ആ പ്ലാന്റ് അഡ്രസ്സ് കൊടുക്കുന്നു. 3, ഇവിടെ ഈ മലബാർ ഡിസ്റ്റിലറീസ്, കേരള ഡിസ്റ്റിലറീസ് ഇതെല്ലാം പൂട്ടിപ്പോയി 4 വർഷമായി. അവിടെ തൊഴിൽ നഷ്ടമുണ്ട്. അതൊന്നും കാണാതെ ഒയാസിസിന്റെ വരവും അവർ അങ്ങനെ ഉണ്ടാക്കാൻ പോകുന്ന തൊഴിൽ സാധ്യതയെ പറ്റി ഒരു മന്ത്രി പുരപ്പുറത്ത് കയറി ഘോഷിക്കുന്നു. എങ്ങനെയാണ് ഇതിനകത്തെ അദ്ദേഹത്തിന്റെ താല്പര്യത്തെ സംശയിക്കാതിരിക്കുക? എന്തായാലും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലാക്കിയെന്ന് വേണു സമ്മതിക്കൂ. ഇക്കൊല്ലം അതിൻ്റെ ലാഭം കണക്കാക്കിയപ്പോൾ 1262 കോടി രൂപയുടെ ലാഭമാണ് കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നേടിയത് എന്ന്, നമ്മുടെ വിറ്റുവരവുണ്ടാക്കിയതെന്ന് നമ്മുടെ C&AG റിപ്പോർട്ടൊന്ന് വായിച്ചു നോക്ക്. അതുകൊണ്ട് പുരപ്പുറത്ത് കയറി മാത്രമല്ല, ഹിമാലയത്തിന് മുകളിൽ കയറി ഞങ്ങളുടെ മന്ത്രിമാർ പറയും നിങ്ങൾ പുരപ്പുറത്താക്കണ്ട. കേരളത്തിൻ്റെ വികസന നേട്ടങ്ങൾ. 2, നിക്ഷേപ സൗഹൃദത്തിൽ കേരളം 1ാം സ്ഥാനത്തായി എന്ന് മോദി സർക്കാരിനെ കൊണ്ട് ഞങ്ങൾ പറയിപ്പിച്ചു. ഞാനൊന്ന് പറയട്ടെ എന്ന്. അത് തന്നെ, നിക്ഷേപ സൗഹൃദത്തിൽ 1ാം സ്ഥാനത്തായെന്ന് വ്യവസായ വകുപ്പിൻ്റെ കാര്യമാണ് കേന്ദ്രത്തെ കൊണ്ട് പറയിപ്പിച്ചു. ഹിമാലയത്തിന് മുകളിൽ നിന്ന് പറയും. അതുകൊണ്ട് പെരപ്പുറത്ത് കയറിയിട്ട് വേണു കരപ്പുറത്താക്കണ്ട, കുറച്ചുകൂടെ മുകളിൽ കയറ്റ്. ഞാൻ പറയട്ടെ, ഞാൻ എല്ലാവരെ കുറിച്ചാണ് പറയണത്. ഇതിങ്ങനെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നിങ്ങൾക്ക് പറയാൻ പറ്റിയിട്ടില്ല. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പുരപ്പുറത്ത് സോളാറായിരുന്നു. അത് പിന്നെ പുറപ്പുറത്തല്ലായിരുന്നു, വേറെ സ്ഥലത്തായിരുന്നുള്ളത് എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ടല്ലോ. ആ കഥയൊന്നും ഞാനിപ്പോൾ അങ്ങോട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് പെരയ്ക്കകത്തായിരുന്നു ആ കഥ പറയിപ്പിക്കണ്ട. അത് പറയട്ടെ, ഞാൻ അങ്ങോട്ട് പിടിച്ചേ. പെരപ്പുറം അങ്ങോട്ട് ഞാനൊന്ന് പറയട്ടെ. അക്ഷരം പറഞ്ഞോ? താങ്കളുടെ അരമണിക്കൂറായി താങ്കളോട് ചോദിക്കുന്നു എന്താണ് എലപ്പുള്ളിയിലെ ഈ പറയുന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സർക്കാരിന്റെ നിലപാടെന്ന്. ഒരക്ഷരം മിണ്ടില്ല. വന്നിരുന്ന് കോൺഗ്രസ് നേതാക്കന്മാരെ പുലഭിയും പറയാൻ നിൽക്കാം. മര്യാദയ്ക്ക് സംസാരിച്ചോണം. രാഹുൽ ഗാന്ധിയെ പറഞ്ഞപ്പോഴേ ഞാൻ ഓങ്ങി വെച്ചതാ. മര്യാദയ്ക്ക് സംസാരിച്ചോണം, മനസ്സിലായില്ലേ? ഇലക്ട്രൽ ബോണ്ട്, രാഹുൽ ഗാന്ധി ഇലക്ട്രൽ ബോണ്ടിൽ പണം വാങ്ങിച്ച് വിഴുങ്ങി എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? കോടതി തെളിച്ചില്ലേ? രാഹുൽ ഗാന്ധി അറിയാതെയാണോ ഈ ഇലക്ട്രൽ ബോണ്ട് പണം വാങ്ങിച്ചത്? നിങ്ങൾ അവിടെ ഇരിക്കട്ടെ. 1863 കോടി രൂപ വിഴുങ്ങിയത് പിന്നാരാ? 1863 കോടി രൂപ വിഴുങ്ങിയതാരാ? 1863 കോടി രൂപ വിഴുങ്ങിയതാരാ? 1863 കോടി വിഴുങ്ങിയതാരാ? വിഴുങ്ങിയതല്ലേ രാഹുൽ ഗാന്ധിയുടെ കൂട്ടിയല്ലേ വിഴുങ്ങിയത്? രാഹുൽ ഗാന്ധി ഇല്ലാതെ ബാക്കിയുള്ളവർ മാത്രമേ വിഴുങ്ങിയത്. നിയമപ്രകാരമാണ് ഞങ്ങൾ അതുകൊണ്ട് അഴിമതിയൊക്കെ വെച്ചാൽ മതി. അതുകൊണ്ട് അഴിമതിയൊക്കെ വെച്ചാൽ മതി. അങ്ങോട്ട് ഇറക്കണ്ട. താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ട്? എം പി ഞാൻ പറയാണ്. താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മറുപടി പറയാൻ അദ്ദേഹം ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞാൽ അനിൽകുമാർ ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ട് കൃത്യമായി ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്ന ഇന്നൊരു വിഷയം ഒയാസിസിന്റെയാണ്. അതിന് മറുപടി പറ. അതല്ല വേറെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതിന് ചോദ്യമുണ്ട്, കൃത്യമായിട്ട് മറുപടി പറയുകയാണ്. അതുകൊണ്ട് വേണു പെരപ്പുറത്ത് കയറി പറഞ്ഞപ്പോൾ പെരപ്പുറത്തിനുള്ള മറുപടി തന്നെ പറയും. നിങ്ങൾ കുറേ ആളുകൾ വട്ടം കൂടിയിരുന്നിട്ട് ഞങ്ങളുടെ മന്ത്രിമാരെ നേതാക്കന്മാരെ അവമാനിക്കാൻ വേണു ഉൾപ്പെടെ ഒരു സംഘം ഇറങ്ങിയിരിക്കുകയാണ്. എന്നിട്ട് വേണുവിൻ്റെ പുച്ഛം എന്താണ്? പെരപ്പുറത്ത് കയറി പറയും. പെരപ്പുറത്ത് കയറിയാ പറയുന്നത് ഇന്ത്യ രാജ്യത്ത് കേരളത്തിലെ ഒരു മന്ത്രിയും അഴിമതി കാണിക്കാത്ത ഒരു ഗവൺമെൻറ്റാണ് കേരള ഗവൺമെൻറ് എന്ന് പെരപ്പുറത്ത് കയറുമെന്ന് പറയും. നിങ്ങൾ തെളിയിക്ക്. സതീശനും അതുപോലെ കുഴൽനാടനും ഒക്കെ കോടതി പോയല്ലോ, ഞങ്ങളെ പിടിച്ചകത്തിട്ടോ. എല്ലാ കേസിലും തോറ്റില്ലേ? അത് പെരപ്പുറത്ത് കയറിയല്ലാണ്ട് പിന്നെ എവിടെ കയറുമെന്ന് പറയണം? ഞങ്ങളുടെ ആളുകൾക്കെതിരെ നേതാക്കന്മാർക്കെതിരെ ഇത്രയും കളവും നിങ്ങളുടെ ഇപ്പൊ ഒരു പുതിയ സാധനമായിട്ട് വന്നിരിക്കുക. അതുകൊണ്ട് എന്നോട് ചോദ്യം ചോദിക്കുമ്പോ പെരപ്പുറമായിട്ട് വന്നത് വേണു. അല്ലല്ല, എന്നോട് ചോദ്യം ചോദിക്കുമ്പോ
എന്നോട് ചോദ്യം ചോദിക്കുമ്പോ ഞങ്ങളുടെ മന്ത്രിയെ അപമാനിക്കുന്ന പറയട്ടെ അങ്ങോട്ട് ഞങ്ങളുടെ മന്ത്രിയെ അപമാനിക്കുന്ന വാക്ക് പറയുന്നത് വേണുവാണ്. അതിന് വേണുവിന് കൊടുക്കണ്ടേ? മന്ത്രിയുടെ കഴിവേടല്ല, പിന്നെ ആരുടെ കഴിവേടാ? അതവിടെ അതിനാ മറുപടി, അതിനാണ് അടുത്ത മറുപടി അതിന് പിടിച്ചോണം. അങ്ങനെ ചെയ്യുന്നൊരു പരിപാടി കേരളത്തിലെ LDF സർക്കാരിന്റെ കയ്യിലില്ല. പറയട്ടെ അങ്ങോട്ട് പറയട്ടെ. ഒന്നാമത്തെ കാര്യം പിടിച്ചു. കേരളത്തിനകത്ത് വിദേശ മദ്യ നിർമ്മാണം വേണോ വേണ്ടയോ എന്നാണ് ചോദ്യം. ഒന്നാമത്തെ ചോദ്യം. കേരളത്തിൽ മദ്യനിരോധനം വേണമെന്ന് കോൺഗ്രസിന് അഭിപ്രായമില്ല. മദ്യനിരോധനക്കാരനല്ല CR നീലകണ്ഠൻ. മദ്യനിരോധനത്തിന് വേണ്ടിയല്ല നിങ്ങൾ വാദിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ മദ്യം ഉണ്ട്, വിൽപ്പനയുണ്ട്, നിങ്ങളെല്ലാം അംഗീകരിക്കുന്ന കാര്യമാണ്. മീഡിയ വണ്ണും മദ്യനിരോധനക്കാരല്ല. അപ്പം മദ്യം കേരളത്തിൽ വരണം. അതെവിടുന്ന് വരണം? ഞാൻ പറയട്ടെ. അതെവിടുന്ന് വരണം? ചോദ്യം അതാണ്. കർണാടകത്തിൽ ഞങ്ങളുടെ നേതാക്കന്മാർ കച്ചവടം ചെയ്യുന്നുണ്ട്, അവിടുന്ന് കൊണ്ടുവന്നോട്ടിന്ന് കോൺഗ്രസ്. അതല്ല, കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ വകുപ്പുണ്ടല്ലോ, അത് പരിശോധിക്കാവുന്ന കേരള സർക്കാർ. അപ്പോൾ കേരളത്തിൽ നിന്ന് കപ്പയിൽ നിന്ന് കിട്ടും ഈ മദ്യം, അതുപോലെ തന്നെ കൈതച്ചക്കയിൽ നിന്ന്, അതുപോലെ കശുമാവയിൽ നിന്ന് ഒക്കെ ഉൽപ്പാദിപ്പിക്കാൻ സാധ്യതയുണ്ടല്ലോ. ഇത് കേരള സർക്കാർ പറയുന്നത് എന്നാണെന്നറിയാമോ? വേണുവിന് കേൾക്കാൻ പറ്റില്ല. വേണുവെന്ന് മീഡിയ വണ്ണിലല്ല, 2021 KN ബാലഗോപാലിന്റെ ബഡ്ജറ്റ് പ്രസംഗം. 2021 അതൊക്കെ നല്ല ഓർമ്മയുണ്ട്, നല്ല നിർദ്ദേശവുമായിരുന്നു. അതല്ല എന്റെ ചോദ്യത്തിനൊന്ന് വഴങ്ങുക. 11/8/2023 ലെറ്റർ ഓഫ് എക്സ്പ്രഷൻ മോദി സർക്കാർ വിളിക്കുമ്പോൾ പ്ലാന്റ് അഡ്രസ്സായി എലപ്പുള്ളി വെച്ച് ഓയാസിസ് കമ്പനി ആ ടെൻഡറിൽ പങ്കെടുത്ത് അത് നേടിയത് എന്തുറപ്പിൽ? തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഞാൻ വരാം ശ്രീമതി രേവതി ബാബു. കോൺഗ്രസ്സുകാർ നിങ്ങൾ കോൺഗ്രസ്സുകാർ ഒന്നിലേറെ ഇരുന്നു. പഞ്ചായത്ത് ശ്രീ അനിൽകുമാർ 11/8/2023 കേന്ദ്ര സർക്കാർ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത നടപടിക്രമങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് എലപ്പുള്ളി പ്ലാന്റ് അഡ്രസ്സായി കൊടുക്കാൻ എന്ത് വിശ്വാസമാണ് ഓയാസിസിനുണ്ടായിരുന്നത്? അത് ശരി. ഇലക്ട്രൽ ബോണ്ട് അഴിമതി നടത്തിയിട്ട് ജനാധിപത്യത്തെ ആരാ പുച്ഛിച്ചത്? എന്നെ പുറകോട്ട് കൊണ്ടുപോണ്ട, ഞാൻ കൃത്യമായിട്ട് പറയാം. 2021 കേരളത്തിലെ ബഡ്ജറ്റ് പ്രസംഗം വായിക്ക്. 11/8/2023 ലെറ്റർ ഓഫ് എക്സ്പ്രഷനിൽ പങ്കെടുക്കുമ്പോൾ ഓയാസിസ് കമ്പനി പറയുകയാണ് പ്ലാന്റ് അഡ്രസ്സായി എലപ്പുള്ളി. അങ്ങനെ എങ്ങനെ പറയാൻ കഴിഞ്ഞു? നിങ്ങളുടെ ക്യാബിനറ്റ് ഇപ്പോൾ തീരുമാനമെടുക്കുന്ന ഒരു കാര്യം എങ്ങനെ 2023 ഓയാസിസിൽ ഉറപ്പിച്ചു പറയാൻ കഴിഞ്ഞു? നിനക്ക് ശ്രീ അനിൽകുമാർ 2023 11/8/2023 ഒറ്റ ചോദ്യത്തിന് മറുപടി പറയാമോ? അങ്ങ് ദയവായി എന്റെ ഒരൊറ്റ ചോദ്യത്തിന് മറുപടി പറയാമോ? ശ്രീ അനിൽകുമാറെ, അങ്ങ് ദയവായി എന്റെ ഒരൊറ്റ ചോദ്യത്തിന് മറുപടി പറയാമോ? 11/8/2023 വേറെ കടലാസ് വായിക്കാൻ പോകല്ലേ. 11/8/2023 കേന്ദ്രത്തിൽ ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന നടപടിയിൽ പങ്കെടുത്തുകൊണ്ട് ഓയാസിസ് കമ്പനി പ്ലാന്റ് അഡ്രസ്സായി കൊടുക്കുന്നത് എലപ്പുള്ളിയാണ്. അപ്പോൾ സർക്കാർ തീരുമാനമൊന്നും എടുത്തിട്ടില്ല. 2 വർഷമേ അതിന്റെ കാലാവധിയുമുള്ളൂ, അതല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യപ്പെടും. ഒരു സെക്കൻഡ്, ആ സ്ഥലവും മാറ്റാൻ കഴിയില്ല. ഓയാസിസിന് എന്തുറപ്പായിരുന്നു അത്? മറുപടി പിടിച്ചു. ഒന്നാമത്തെ കാര്യം, ഇപ്പോ കേരളത്തിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വേണു ഈ ചർച്ചയ്ക്കകത്ത് പറഞ്ഞ പോലെ അതേ പ്ലാന്റിൽ എല്ലാം പ്രവർത്തിപ്പിക്കാനുള്ള അനുമതി കൊടുത്തിട്ടില്ല. വേണു എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകന്റെ സത്യസന്ധത ഇല്ലായ്മയാണ് ആ വാചകം. അതേ പ്ലാന്റിൽ എല്ലാം പ്രവർത്തിപ്പിക്കാൻ അനുമതി കൊടുത്തിട്ടില്ല. ഒരു പ്ലാന്റ് പ്രവർത്തിപ്പിക്കാനും അനുമതി കൊടുത്തിട്ടില്ല വേണു ആദ്യം അത് മനസ്സിലാക്കണം, എന്താ ഈ പരിപാടി നടക്കുന്നതെന്ന്. ഈ ഒരു പ്ലാന്റ് പ്രവർത്തിപ്പിക്കാൻ അനുമതി കൊടുത്തിട്ടില്ല. ഒയാസിസിന്റെ ഒരു പ്ലാന്റ് നാളെ ആരംഭിക്കാനുള്ള അനുമതി ഇല്ല അവിടെ.
അവർക്ക് ഒരു പ്ലാന്റ് നിർമ്മിച്ച് മുന്നോട്ട് പോകാൻ ആവശ്യമായ പ്രാഥമിക അനുമതി മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് എല്ലാ പ്ലാന്റും നിങ്ങൾ പറഞ്ഞ വാചകം എന്താണ്? അതേ പ്ലാന്റിൽ എല്ലാം പ്രവർത്തിപ്പിക്കാൻ അനുമതി അല്ല. 2, എഥനോൾ എന്ന് പറയുന്ന സാധനം ജൈവ ഉൽപ്പന്നമായി പെട്രോളിൽ ചേർക്കാനുള്ള നയം കേന്ദ്രം ഉണ്ടാക്കി. ആ കേന്ദ്രമുണ്ടാക്കുന്ന പദ്ധതിയിലാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആണ്. അല്ലാണ്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്രകാരം മദ്യം ഉൽപ്പാദിപ്പിക്കുന്നതിനല്ല. അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളതിന് എഥനോൾ എന്ന സാധനം ജൈവികമായി ഉണ്ടാക്കാൻ കഴിയുന്ന നിങ്ങളുടെ സങ്കേതം ഏതാണെന്ന് കേന്ദ്രം ചോദിച്ചാൽ അവിടെ ഉത്തരം പറയും. എന്നിട്ട് അവരെന്ത് ചെയ്യും? അതിൻ്റെ അനുമതി വാങ്ങും. അതിൻ്റെ ഭാഗമായി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കിട്ടിയാൽ മാത്രമല്ലേ അവർക്ക് ഇങ്ങനെ അത് 2 വർഷത്തേക്ക് മാത്രമുള്ളതാണ്. 2026 അത് അവസാനിക്കുന്നതാണ്. അതിനോടകം ഈ എഥനോൾ ഒന്നും ഉണ്ടാക്കാനും കഴിയില്ല, ഈ പ്ലാന്റ് പൂർത്തിയാകാൻ പോകുന്നില്ല, അങ്ങനെ ഒരു അത് ക്യാൻസൽ ചെയ്യപ്പെടും. അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒയാസിസിന്റെ മഹാത്മ്യം വാഴ്ത്തിപ്പാടിയ മന്ത്രിയാണ് ഈ കാര്യത്തിൽ മറുപടി പറയേണ്ടത്. അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട കാര്യത്തിനും ഈ പറയുന്ന കാലാവധിക്കുള്ളിൽ അത് പൂർത്തിയാക്കാൻ കഴിയില്ല. അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടാൻ ഉള്ള കാരണമായി പറഞ്ഞതിന് മുഴുവൻ ഈ പറയുന്ന അനുമതികളും കിട്ടിയത് ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ്. ഇതിലൊക്കെയുള്ള ദുരൂഹതയാണ് ചോദ്യമായി ചോദിച്ചത്. ഒരു ദുരൂഹതയില്ല. മീഡിയ വണ്ണിന് എത്ര കൊല്ലം പ്രവർത്തിക്കാൻ ലൈസൻസ് ഉണ്ട്? നിങ്ങൾ എല്ലാ കൊല്ലവും ലൈസൻസ് പുതുക്കണേ. അതുകൊണ്ട് അടുത്ത കൊല്ലം ലൈസൻസ് ഇല്ലാന്ന് ചോദിച്ചിട്ടാണ് നിങ്ങൾ നടത്തുന്നത്, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. 1 കൊല്ലം അല്ലെ 2 കൊല്ലം നിശ്ചിത കാലത്തേക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ ലൈസൻസ് പുതുക്കുന്നത് പോലെ അല്ലല്ലോ ശ്രീകുമാറേ. അല്ലല്ല, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ ലൈസൻസ് വർഷം പുതുക്കുന്നത് പോലെയല്ല. തുടങ്ങുക പോലും ചെയ്യാത്തൊരു സ്ഥാപനം 2 വർഷത്തിനകം, അല്ല ഒരു സെക്കൻഡ് സാർ, തുടങ്ങുക പോലും ചെയ്യാത്തൊരു സ്ഥാപനം 2026-നകം ഈ പറയുന്ന എഥനോൾ ഉൽപ്പാദിപ്പിച്ച HPCL-നും BPCL-നും കൊടുക്കുമോ? എന്റെ വാദം ഉന്നയിക്കാൻ ആദ്യം സമ്മതിക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞു? എന്റെ വാദം ആദ്യം എന്താ? ഒന്നാമത്തെ കാര്യം, കേന്ദ്ര സർക്കാരിൻ്റെ എഥനോൾ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പെട്രോളിയത്തിൽ അത് കൂട്ടിച്ചേർക്കുന്ന പദ്ധതിയുടെ ഭാഗമാണ് കേന്ദ്രം ഷോർട്ട് ലിസ്റ്റ് ചെയ്തത്. ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിന് അവരെ ഇവിടെ ഒരു പ്ലാൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന കാര്യം അവർ മുന്നോട്ട് വെച്ചു. സത്യം. അതിന് അടിസ്ഥാനം എന്താണെന്ന് എൻ്റെ ചോദ്യം. അടിസ്ഥാനം എന്താണ്? 2021 ബഡ്ജറ്റിൽ തന്നെ കേരളം പറഞ്ഞു, ഞങ്ങൾ ഇതിൻ്റെ ഉൽപ്പാദനം കേരളത്തിൽ തന്നെ നടത്തും, ഞങ്ങളുടെ നയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തപ്പോൾ ഇവരെ ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനിയായി. ഇതാണ് ഒന്നാമത്തെ വാദം. രണ്ടാമത്തെ വാദം, ഇപ്പൊ കേരള സർക്കാർ എന്തിനാ അനുമതി കൊടുത്തിരിക്കുന്നത്? അവർക്ക് ഇതിന്റെ നിയമപ്രകാരം മുന്നോട്ട് പോകുമ്പോൾ എക്സൈസ് വകുപ്പ് നിലയ്ക്ക് കേന്ദ്രത്തിൽ പോയി എഥനോൾ പ്ലാന്റ് ഉണ്ടാക്കുമെന്ന് പറയുക, എലപ്പുള്ളിയിൽ പോയിട്ട് പറയും സ്കൂൾ നടത്താനുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് ഭൂമി വാങ്ങുന്നുവെന്ന്. അത് അങ്ങയുടെ ശ്രദ്ധ വന്നിട്ടില്ലേ? എലപ്പുള്ളിയിൽ പോയി ഭൂമി വാങ്ങിയത് എങ്ങനെയാണ്? സ്കൂളിന്റെ പേര് പറഞ്ഞു തന്നെ പൊളിഞ്ഞു പോയില്ലേ വേണു പൊളിഞ്ഞു പോയി. അത് കേട്ടോ, അങ്ങ് പറഞ്ഞോളൂ. ആ സ്കൂളിന്റെ ഉടമസ്ഥന്മാര് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, വേണു അത് പൊളിഞ്ഞു, ആ കഥ പൊളിഞ്ഞു. പ്രതിപക്ഷ നേതാവ് പറയുന്ന കേട്ട് വേണു ഇറങ്ങി തിരിച്ച 15 ഏക്കർ സ്ഥലത്താണ് കോളേജ്. വേണു അത് തെറ്റിപ്പോയി. അതിന്റെ ഉടമസ്ഥന്മാർ ഇന്നലെ ചാനലിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ചാനലിലും കാണും ചിലപ്പോൾ. ഈ പ്രതിപക്ഷ നേതാവ് പറയുന്ന കേട്ട് ഇറങ്ങി തിരിച്ചാൽ നിങ്ങൾ വെള്ളത്തിൽ പോകും. അതുകൊണ്ട് അത് വേറെ, സ്കൂളിന്റെ കഥയൊക്കെ വേറെ കിടക്കട്ടെ. പോയിന്റ് ഇത്രേ ഉള്ളൂ. അവരെ കേന്ദ്ര സർക്കാർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിനെ തുടർന്ന് കേരള സർക്കാരിന്റെ മദ്യനയത്തിന്റെ ഭാഗമായ ഒരു അപേക്ഷ വന്നു. പറയട്ടെ, മദ്യനയത്തിന്റെ ഭാഗമായ ഒരു അപേക്ഷ വന്നു. അപേക്ഷ വന്നപ്പോൾ നിങ്ങൾക്ക് ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ സർക്കാർ പ്രാഥമികമായി പച്ചക്കൊടി കാണിച്ചു. പച്ചക്കൊടി കാണിക്കുമ്പോൾ ഒരു വ്യവസ്ഥ എന്താണ്? ദേശീയപാത നടപ്പാക്കിയതുപോലെ, കൂടംകുളം പവർ ഹൈവേ നടപ്പാക്കിയതുപോലെ, ഗെയിൽ പൈപ്പ് ലൈൻ നടപ്പാക്കിയതുപോലെ കേരള സർക്കാരിന്റെ ഇച്ഛാശക്തിയുള്ള ഒരു പദ്ധതി അല്ല ഇത്. ഇതൊരു സ്വകാര്യ മുതലാളി ഒരു കമ്പനിയായിട്ട് വരുന്നു. ശരി, ഞാൻ നടപടിയാണ്. ശ്രീ അനിൽകുമാറെ, രേവതി ബാബുവിലേക്ക് പോയിട്ട് പോലും അതുകൊണ്ട് അങ്ങ് മനസ്സിലാക്കാൻ വേണം. അല്ലല്ല, അങ്ങ് പറയുന്നത് ഇവിടെ എല്ലാം പ്രവർത്തിക്കാനുള്ള അനുമതിയും എല്ലാം പ്രവർത്തിക്കാനുള്ള അനുമതിയും കൊടുത്തിട്ടില്ല. ചട്ടങ്ങൾ പ്രകാരം നിലവിലെ വ്യവസ്ഥകൾ പ്രകാരം പ്രവർത്തിക്കാനാണ് അനുമതി കൊടുത്തിരിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ മുന്നിലുള്ള കാര്യം ഇത് ഒയാസിസ് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. സർക്കാർ ഈ നീക്കങ്ങൾ മുഴുവൻ നടത്തുന്നത് ആകെ ഒയാസിസ് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. അതാണ് ഒരു അത്ഭുതം. പിന്നെ അങ്ങീ പറഞ്ഞ ഷോർട്ട് ലിസ്റ്റ് ഉണ്ടല്ലോ ശ്രീ അനിൽകുമാറെ, ഈ ഷോർട്ട് ലിസ്റ്റിൽ ഈ ഒയാസിസ് മാത്രമല്ല വന്നിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് 11 കമ്പനികൾ, അല്ലേ? ജമ്മു കാശ്മീരിൽ നിന്ന് 2, കേരളത്തിൽ നിന്ന് 1. ഈ കേരളത്തിൽ നിന്ന് 1 പറയുന്നത് ഒയാസിസ് ആണ്. 8 സംസ്ഥാനങ്ങളിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ മാത്രമാണ് ഒരെണ്ണം, അതും ഒരു ഒയാസിസ്.
അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ അല്ലല്ല, മാത്രം അല്ലല്ല പറയട്ടെ, ഇവിടുത്തെ കാര്യങ്ങൾ പറയട്ടെ, മാത്രം അതിന് മറുപടി ഒരു ഉണ്ട്. കമ്പനി മാത്രം അതിന് മറുപടി ഒരു കമ്പനി പറയണം. മാത്രം ഇറങ്ങി അതിന് മറുപടി പുറപ്പെടുന്നു. ഉണ്ട്. ഇവിടുത്തെ കാര്യങ്ങൾക്ക് മറുപടി മാത്രം ഉണ്ട്. എല്ലാ വ്യവസ്ഥകളും പാലിക്കണമെന്നൊക്കെ പറയുമ്പോഴും എല്ലാം ഒരു അല്ലല്ല, കമ്പനിയിലേക്ക് അവിടെ മാത്രമായി പോകുന്നു. അടിസ്ഥാനപരമായ ഒരു മറുപടി അല്ലല്ല ഉണ്ട്. അങ്ങ് എന്നോട് സഹകരിക്കണം, എനിക്കൊരു ഇടവേളയിലേക്ക് പോകണം, വല്ലാതെ സമയം പോയതുകൊണ്ട് അങ്ങ് അല്ലല്ലല്ല, സഹകരിക്കുക. നിങ്ങൾ പറഞ്ഞ എനിക്ക് കളവ്. ശ്രീമതി രേവതി നിങ്ങൾ ബാബുവിലേക്ക് പറഞ്ഞ പോകണം. ബാബു, അങ്ങ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ ഈ ചർച്ചയും അതിന്റെ സ്വഭാവവും, അതുകൊണ്ട് അങ്ങയിലേക്ക് വരാൻ കഴിയാഞ്ഞതിൽ വൈകിയതിൽ ഖേദിക്കുന്നു. അങ്ങത് മനസ്സിലാക്കുമെന്ന് കരുതുകയും ചെയ്യുന്നു. എലപ്പുള്ളി പഞ്ചായത്തിന്റെ മുന്നിലുള്ള വഴി എന്താണ്? ഇപ്പോൾ ഇതെല്ലാം വലിയ സാധ്യതകൾ തുറന്നിടുന്ന ഒന്നാണ്. അനുമതികൾ എന്ന് പറയുമ്പോൾ എല്ലാ നിബന്ധനകളോടെയുമേ അവരെ പ്രവർത്തിക്കാൻ അനുവദിക്കു തുടങ്ങിയിട്ടുള്ള വിശദീകരണങ്ങളാണ് മന്ത്രിയും ശ്രീ അനിൽകുമാറും ഒക്കെ നൽകുന്നത്. എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് സർക്കാർ ഇതിൽ നിന്ന് പിന്മാറണം എന്ന പ്രമേയം പാസാക്കി സർക്കാരിനെ സമീപിക്കാൻ ഒരുങ്ങുന്നു? ശ്രീമതി രേവതി ബാബു, കേട്ടോ അങ്ങ് ചോദ്യം? ഈ ചർച്ചയുടെ കേൾക്കുന്നുണ്ട്. ഈ ചർച്ചയുടെ 50% സമയവും നഷ്ടപ്പെട്ട് കഴിഞ്ഞു. അവസാന നിമിഷത്തിലേക്കെങ്കിലും എന്നിലേക്ക് വന്നതിൽ സന്തോഷം. എന്തായാലും ഇന്ന് ഞങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി അടിയന്തര യോഗം കൂടി വിശദമായിട്ടുള്ള ചർച്ചകൾ നടത്തി. ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനത്തിലെത്തി. ഗവൺമെൻറ് ഈ നീക്കത്തിൽ നിന്നും ഈ തീരുമാനത്തിൽ നിന്നും പിന്മാറണം എന്നുള്ള ഒരു സന്ദേശം. ഞങ്ങൾക്കിതിൽ പ്രതിഷേധമുണ്ട്. ഈ തീരുമാനം പുനഃപരിശോധിക്കണം എന്നുള്ള ഒരു കത്ത് മുഖ്യമന്ത്രിക്കും എക്സൈസ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കും അതുപോലെ റവന്യൂ മന്ത്രിക്കും അതുപോലെ കൃഷി മന്ത്രിക്കും അതുപോലെ ജലവിഭവ വകുപ്പ് മന്ത്രിക്കും നമ്മൾ 5 പേർക്കും ഇന്ന് തന്നെ മെയിൽ ചെയ്തിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ, അതായത് നാടിന് വേണ്ടാത്ത, കർഷകർക്ക് വേണ്ടാത്ത, വളർന്നു വരുന്ന തലമുറയ്ക്ക് ഒരു പ്രയോജനവുമില്ലാത്ത ഈ കമ്പനി ഇവിടെ ആവശ്യമില്ല എന്ന് തന്നെയാണ് ഒറ്റ വാക്കിൽ പറയാനുള്ളത്. ശ്രീമതി രേവതി ബാബു, ഇവിടെ ഇപ്പോൾ ഈ സ്ഥലം വാങ്ങൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇവരെ തട്ടിപ്പ് കാണിച്ചു എന്നൊക്കെ ആയിരുന്നല്ലോ വന്ന വാർത്തകൾ. നിങ്ങൾക്കറിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇല്ല, അതിൽ ഒരു മാഫിയ സംഘം ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുള്ളവരും ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കതൊന്നുമല്ല വിഷയം. സ്ഥലം നഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഇവിടെ നിയമവും പോലീസും കോടതിയും എല്ലാം ഉണ്ട്, അവർ നോക്കിക്കോളും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇങ്ങനൊരു കമ്പനിയുടെ ആവശ്യമില്ല. ഞാൻ എല്ലാ ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ട്, പത്രങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് കാർഷിക മേഖലയ്ക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു പഞ്ചായത്താണ്. കൃഷിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു പഞ്ചായത്താണ്. നമ്മുടെ പ്ലാൻ ഫണ്ടിലെ ഭൂരിഭാഗം പൈസയും കൃഷിക്കാർക്ക് വേണ്ടി ചെലവഴിക്കുന്നതാണ്. കൂടാതെ നമ്മൾ ഇത്തവണ ഓൺ ഫണ്ട് കൂടി വെച്ച് അവരെ ഈ നഷ്ടം സഹിച്ചുകൊണ്ട് കൃഷിയെടുക്കുന്ന ആൾക്കാർക്ക് ഒരു കൈത്താങ് എന്നുള്ള നിലയ്ക്ക് പഞ്ചായത്തിൻ്റെ ഓൺ ഫണ്ട് കൂടി വെച്ചിട്ടാണ് നമ്മൾ ഇത്തവണ അവർക്ക് ഉഴവ് കൂലി പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തത്. അപ്പോൾ അങ്ങനെയുള്ളവിടെ കൃഷിക്ക് ദോഷം ചെയ്യുന്ന കുടിവെള്ളം ഒരു കാലത്ത് കിട്ടാക്കനിയായിരുന്നു. അതിപ്പം വർഷങ്ങളായിട്ടുള്ള ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് കുടിവെള്ളം. ഒരു ഇന്നലെ പോലും ഒരു വീട്ടമ്മ പറയുണ്ടായി, 4-5 വർഷം മുൻപ് വരെ കിലോമീറ്ററുകളോളം കുടവും ചുമന്നുകൊണ്ട് വെള്ളം എടുത്തുകൊണ്ടിരുന്നതിൽ നിന്നും ഇപ്പം 4 വർഷമായിട്ടാണ് ശരിക്ക് ദാരിദ്ര്യമില്ലാതെ സമാധാനത്തോടെ പച്ചവെള്ളം കുടിക്കാൻ കഴിഞ്ഞത്. ആ ഒരു സ്ഥിതി ഇനി വീണ്ടും തിരിച്ചു പോകുമോ എന്നുള്ളൊരു ആശങ്കയാണ് ഇന്നലെ ഒരു വീട്ടമ്മ എന്നോട് പറഞ്ഞത്. അപ്പോൾ കുടിവെള്ളം പോലും കിട്ടാക്കനിയായിരുന്ന ഈ പ്രദേശത്ത് നിരന്തരമായിട്ടുള്ള മഴവെള്ളത്തിൻ്റെ റീചാർജും കുളങ്ങൾ റീചാർജും അതുപോലെ പൊതുകിണറുകൾ ശുദ്ധീകരിച്ച് ഉപയോഗപ്രദമാക്കുകയും റോഡിൽ കൂടെ ഒഴുകി വരുന്ന വെള്ളം റീചാർജ് ചെയ്തിട്ടും ബോർവെല്ലുകളുടെ സമീപം റീചാർജ് ചെയ്തിട്ടും ഒക്കെ നമ്മൾ ഭൂമിയിലേക്ക് വെള്ളം ഇറക്കി വിട്ട് അതുപോലെ തന്നെ പൊതുകുളങ്ങൾ ഇഞ്ചക്ഷൻ ബോർവെൽ ചെയ്ത് ഭൂമിക്കടിയിലേക്ക് വെള്ളം ഇറക്കി വിട്ട് വെള്ളത്തിൻ്റെ ലഭ്യത ഒരളവ് വരെ പിടിച്ചു നിർത്തി മുന്നോട്ട് പോകുന്ന ഈ ഘട്ടത്തിൽ ഒരു തുള്ളി ജലം ഭൂമിയിൽ നിന്ന് എടുക്കില്ല, സീറോ വേസ്റ്റ് ആണ്, ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് പറയുന്നതിൽ 1% പോലും സത്യമില്ല എന്നുള്ളതാണ് പറയാൻ എനിക്കുള്ളത്. കാരണം നമ്മളിപ്പോൾ ഗവൺമെൻറ് പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ വേസ്റ്റ് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്,
അത് എന്ത് ചെയ്യണമെന്ന്, അതായത് പൊതുസ്ഥലത്ത് വേസ്റ്റ് ഇടുന്നവർക്ക് 10,000 രൂപ പിഴ ഈടാക്കുന്ന സമയത്ത് ഇതുപോലുള്ളൊരു കമ്പനിയുടെ വേസ്റ്റ് ചുമക്കേണ്ട ബാധ്യത ഇതുപോലുള്ള പാവപ്പെട്ട കൃഷിക്കാരും സാധാരണക്കാരും വീട്ടമ്മമാരുമുള്ള ഈ പഞ്ചായത്തിന് ഇല്ല. അതിവിടെ ആവശ്യമില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. ശ്രീ CR നീലകണ്ഠൻ വളരെ ചുരുക്കി, ഇവിടെ ഇപ്പോൾ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഇവര് വർഷങ്ങളെടുത്ത് നടത്തിയൊരു ശ്രമമാണ്. ഈ റീചാർജിങ്ങിൻ്റെയൊക്കെ കാര്യം പറയുകയുണ്ടായല്ലോ. അങ്ങനെ ഈ കേന്ദ്ര സംഘം വരുന്നു, ഈ ജലശക്തിയുടെ അവാർഡൊക്കെ ഈ പഞ്ചായത്തിന് കിട്ടുകയാണ്. കേരളത്തിൽ അങ്ങനെ ഒരു അവാർഡ് കിട്ടിയ ഏക പഞ്ചായത്താണ്. സൗത്ത് ഇന്ത്യയിൽ തന്നെ അത് 3ാമത്തെ പഞ്ചായത്താണ്. പിന്നെ മാത്രമല്ല അവർ ഈ നമ്മളും കൃഷിയിലേക്ക് എന്ന് പറഞ്ഞ് ഈ സർക്കാരിൻ്റെ പദ്ധതിയോട് സഹകരിക്കുന്നു. 68 ഏക്കർ തരിശു നിലമാണ് അവർ കൃഷിയോഗ്യമാക്കുന്നത്, അതും 1 വർഷം കൊണ്ട്. അവരാഗ്രഹിച്ച ഒരു ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റൊക്കെയാണ്. അങ്ങനെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ അങ്ങനെ ഉണ്ടാകട്ടെ, ഇതൊക്കെയായിരുന്നു അവർ മുന്നോട്ട് വെച്ച ഉദ്ദേശ ലക്ഷ്യങ്ങൾ. അങ്ങനെ പടിപടിയായി ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഒരു വലിയ മുന്നേറ്റമാണ് ഒറ്റയടിക്ക് വിഴുങ്ങാൻ പോകുന്നത് ഈ സർക്കാരിൻ്റെ ഒരു കടലാസ നീക്കത്തിലൂടെ എന്ന ആശങ്ക ശരിയല്ലേ? വളരെ ചുരുക്കി, എനിക്ക് അനിൽകുമാറിലേക്ക് അവസാനമായി പോകേണ്ടതുകൊണ്ട്. വളരെ ശരിയാണ്. പ്ലാച്ചിമടയിൽ 216 കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്ന് കേരള സർക്കാർ നിയോഗിച്ച സമിതി തന്നെ കണ്ടെത്തി. പ്ലാച്ചിമടയിലെ കൊക്കോകോള കമ്പനിയുണ്ട്. അതിനേക്കാൾ അപകടകരമാണ് ഈ മദ്യവ്യവസായം. സീറോ വേസ്റ്റ് എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു കമ്പനി കാണിച്ചു തന്നാൽ മതി സീറോ ഡിസ്ചാർജ്. ഏതെങ്കിലും ഒരു കമ്പനി, അതായത് IT കമ്പനി ആവരുത്, കെമിക്കൽ പ്രോസസ്സ് ചെയ്യുന്ന ഒരു കമ്പനി കാണിച്ചു തന്നാൽ മതി സീറോ ഡിസ്ചാർജ് ഇല്ല കേരളത്തിൽ. അതൊക്കെ വെറും തട്ടിപ്പാണ്. ഞാൻ പെരിയാറിൻ്റെ അടുത്താണ് ജീവിക്കുന്നത്. എല്ലാ കമ്പനിയും പെരിയാറിലേക്ക് ഒഴുക്കുന്നു, കടമ്പറയാറിലേക്ക് ഒഴുക്കുന്നു. അപ്പോൾ അതുകൊണ്ട് സീറോ ഡിസ്ചാർജ് എന്നോ അല്ലെങ്കിൽ മഴവെള്ള സംഭരണമെന്നോ എന്നൊന്നും പറയേണ്ട. ആ പ്രദേശത്തെ പച്ചപ്പ് സംരക്ഷിക്കാനുള്ള വലിയ ശ്രമം ഒരു പഞ്ചായത്ത് നടത്തുമ്പോൾ കേരള ഗവൺമെൻറ് അവരുടെ ഹരിത മിഷൻ അടക്കം വെച്ചുകൊണ്ട് അതിനെ പിന്തുണയ്ക്കുകയും അവർക്കൊരു ദോഷവും ഉണ്ടാവില്ല എന്ന് ഉറപ്പാക്കാൻ തന്നെയാണ് ചെയ്യേണ്ടത്. ഇത് ഒരു സംശയവും വേണ്ട. ഭൂഗർഭജലം എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ മലമ്പുഴ വെള്ളം എടുക്കേണ്ടി വരും. ഇതല്ലാതെ വെള്ളം ആകാശത്തുനിന്ന് കിട്ടില്ല. അതുകൊണ്ട് ഈ പദ്ധതിക്കെതിരായി അവരാവുന്നതിൽ ഒരു തെറ്റും ഞാൻ കാണും. ശരി സേൽകുമാർ, സമയം കഴിഞ്ഞുവെങ്കിലും അങ്ങയിലേക്ക് അവസാനമായി ഒറ്റ കാര്യമുള്ളൂ. എല്ലാ നിയമവും പാലിച്ചുകൊണ്ട് മാത്രമേ ഒരു കമ്പനിയും പ്രവർത്തിക്കാൻ കേരളത്തിലെ LDF സർക്കാർ അനുവദിക്കൂ. 2, ഒയാസിസ് എന്ന് പറയുന്ന ഏതെങ്കിലും കമ്പനിക്ക് കേരളത്തിലെ ഇപ്രകാരമുള്ള മദ്യ നിർമ്മാണത്തിൻ്റെ ഒരു അധികാരവും തീരെഴുതി കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഉള്ള നിയമപ്രകാരം ഏത് കമ്പനി അപേക്ഷിച്ചാലും അവർക്ക് ഇപ്രകാരം കേരളത്തിൽ സ്ഥാപനം നടത്താൻ അവകാശം കിട്ടും, അനുവാദം കിട്ടും. ഒരു കമ്പനിയോടും വിവേചനമുണ്ടാവില്ല. അതുകൊണ്ട് ഒയാസിസിൻ്റെ മന്ത്രിയായിട്ടൊരു മന്ത്രി ഉണ്ടാവില്ല, പക്ഷേ കേരളത്തിൽ വ്യവസായങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ഗവൺമെന്റ് ഉണ്ടാവും. ഇവിടെ പറഞ്ഞ പോലെ ഏത് കമ്പനി എടുത്താലും വേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് മൊത്തം കമ്പനി കൂട്ടണം എന്ന് CR നീലകണ്ഠൻ പറയുന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. ഞങ്ങൾക്കില്ല. ഏത് നിയമം, നിലവിലെ നിയമം അനുസരിച്ച് കോടതി പറയാമല്ലോ, അതൊക്കെ കോടതി കാണാമല്ലോ. അല്ല നിയമസഭയിൽ പറയാം. ഞാൻ സംസാരിക്കട്ടെ, നിയമസഭയിൽ പറയാം. അൽകുമാറെ വിവരക്കേട് സംസാരിക്കട്ടെ, ഞാൻ സംസാരിക്കട്ടെ. താങ്കളുടെ വിവരക്കേടെല്ലാം ഞാൻ കേട്ടില്ലേ, ഞാൻ സംസാരിച്ചോട്ടെ. അപ്പോ ഇവിടെ നമ്മൾ ഇത്ര നേരം കേട്ടതല്ലേ, നിങ്ങളുടെ അല്ലേ ഈ പ്രോസസ്. വേഗം ജ്യോതി, സമയം കഴിഞ്ഞു, വേഗം. അതെ കേട്ടിരുന്നു, ഞാൻ ഒരുപാട് കേട്ടിരുന്നു. മറ്റേ പെരപ്പുറത്ത് താങ്കൾ വിവരക്കേട് പറയുക മാത്രമല്ല പെരപ്പുറത്തുകാരി രാഹുൽ ഗാന്ധി നിർത്തൂ. ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഹിമാലയത്തിന് മുകളിൽ സ്വഭാവം കാണിക്കാതെ ജ്യോതി വേഗം, സ്വഭാവം കാണിക്കാതെ ഞാൻ പ്രേക്ഷകരോട് പറയേണ്ടത് വേഗം. ചോദ്യം, ഏത് നിയമത്തിന്റെ പിൻബലത്തിലാണ് ഇത് ചെയ്യുന്നത്? ഏത് നിയമത്തിന്റെ പിൻബലത്തിലാണ്? നിങ്ങൾ പറയുന്നു ഞങ്ങൾ ഇൻ പ്രിൻസിപ്പിൾ പെർമിഷൻ നൽകിയിട്ടുള്ളൂ. തെറ്റാണ്. ഈ പേപ്പർ വെച്ചുകൊണ്ട് അവർക്ക് കോടതിയിൽ പോയാൽ ഏത് കേസിനകത്തും അവർക്ക് അനുകൂലമായ വിധി ലഭിക്കും. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ചരിത്രത്തിൽ ആദ്യമായിട്ടല്ലേ അവിടെ ഒരു സർക്കാർ നയപ്രഖ്യാപനം നടത്തിയിരിക്കുന്നു, മദ്യനയത്തിൽ തിരുത്തൽ വരുത്തിയിരിക്കുന്നു, എങ്കിൽ ഞങ്ങൾക്ക് അത് ലഭിച്ചിരിക്കുന്നു എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഒയാസിസിനുണ്ടെങ്കിൽ ഒയാസിസ് ആണ് കേരളത്തിലെ ഇപ്പോഴത്തെ എക്സൈസ് മന്ത്രി MP രാജേഷിനെ നിയന്ത്രിക്കുന്നത് എന്ന് പറയേണ്ടി വരും. ശരി. എന്തായാലും പാലക്കാട് നിന്ന് ഒരു ട്രോളിയുടെ ശബ്ദം കൂടി കേൾക്കുന്നോ എന്ന സംശയമാണ് ഉയരുന്നത്. ആ ട്രോളിയുടെ നിറം ഏതാണ് എന്നതല്ല അറിയേണ്ടത്, അതിന് പിന്നിൽ പ്രവർത്തിച്ചവരുടെ തനി നിറമാണ് അറിയേണ്ടത്. വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും.